കടുപ്പിച്ച് സാവർക്കർ പിന്നീട് പറയുകയുണ്ടായി, മുസ്ലിങ്ങൾക്കും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കേണ്ടത്, സ്വാതന്ത്ര്യം കിട്ടേണ്ടത് അത് എല്ലാവരുടെയും ആവശ്യമല്ലേ? അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ ആവശ്യമാണോ? ജനങ്ങളെല്ലാവരും ഒരുമിച്ച് ഇറങ്ങേണ്ടതല്ലേ? അതിനെന്തെങ്കിലും അപ്പകഷണങ്ങളോ പ്രലോഭനങ്ങളോ മതപരമായ എന്തെങ്കിലും ആനുകൂല്യങ്ങളോ നൽകി വേണോ ആരെയെങ്കിലും ഇതിൽ പങ്കെടുപ്പിക്കാൻ? നമ്മുടെ അമ്മയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുക എന്നുള്ളത് മക്കളുടെ എല്ലാവരുടെ ഉത്തരവാദിത്വമല്ലേ? മക്കളെല്ലാവരും ഒരുമിച്ച് വരണ്ടേ? നമ്മളെല്ലാം ഭാരതാംബയുടെ മക്കളല്ലേ എന്ന കാഴ്ചപ്പാട് വെക്കുന്നുണ്ട്. അപ്പൊ മൗദൂദിയെ പോലുള്ള ആളുകൾ, ജമാഅത്തെ ഇസ്ലാമി സ്ഥാപകൻ മൗദൂദിയെ പോലുള്ള ആളുകൾ, നിങ്ങൾ ഹിന്ദു രാഷ്ട്രത്തിന് വേണ്ടി വാദിക്കുന്നവരാണ്, അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ സമരത്തിനില്ല എന്ന് പറയുകയുണ്ടായി. അപ്പോൾ പറഞ്ഞ ഒരു വളരെ പ്രസിദ്ധമായ സവർക്കറിന്റെ പ്രഖ്യാപനമുണ്ട്, സത്യത്തിൽ ധീരമായ ഒരു നിലപാട്. അദ്ദേഹം ആ സമയത്ത് പറയുണ്ടായി, നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളെ കൂട്ടി, നിങ്ങളില്ലെങ്കിൽ നിങ്ങളെ കൂടാതെ, എതിർത്താൽ നിങ്ങളെയും എതിർത്തുകൊണ്ട് ഞങ്ങൾ ഈ സ്വാതന്ത്ര്യം വാങ്ങുക തന്നെ ചെയ്യുമെന്ന ധീരമായ ഒരു പ്രഖ്യാപനം. അപ്പൊ അത്തരം നിലപാടുകൾ, ധീരമായ അത്തരം നിലപാടുകൾ, അതിനെ പുറംതള്ളിക്കൊണ്ടാണ് ഒത്തുതീർപ്പിന്റേതായ ഇതുപോലുള്ള കാഴ്ചപ്പാടുകൾ വരുന്നത്. എന്താണ് മലബാറിൽ സംഭവിച്ചത്? മലബാറിൽ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് തുടങ്ങിയ ഗിലാഫത്ത് സമരം, ആ ഗിലാഫത്ത് സമരമാണ് നമ്മുടെ നാട്ടിൽ 17,000 ആളുകളെ, പാവപ്പെട്ട ഹിന്ദുക്കളുടെ കൊലയിലേക്ക്, 40,000 ആളുകളെ മതപരിവർത്തനത്തിലേക്ക്, 100 കണക്കിന് ക്ഷേത്രങ്ങൾ തകർക്കുന്നതിലേക്ക്, 1000 ആളുകളെ അംഗവിഹീനരാക്കുന്നതിലേക്ക്, ചങ്കുവെട്ടി കവല എന്നൊക്കെ പറഞ്ഞിട്ട് മലപ്പുറത്ത് അവിടെ ഒരു കവല തന്നെയുണ്ട്. ഹിന്ദുക്കളായ പാവപ്പെട്ട ഹരിജനങ്ങളെയും പാവപ്പെട്ട ആളുകളെയും പിടിച്ചുകൊണ്ടുവന്ന് അവരുടെ കഴുത്ത് വെട്ടി 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 നുറുക്കുകയായിരുന്നു. ഗാന്ധിജി യങ്ങിന്ത്യയിൽ എഴുതിയ ഒരു ലേഖനത്തിൽ വളരെ വിഷമത്തോടുകൂടി അദ്ദേഹം പറഞ്ഞു, മലബാറിൽ നിന്നുള്ള ആ വിവരങ്ങൾ കേട്ടിട്ട്, അംബേദ്കറുടെ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ സ്വാതന്ത്ര്യത്തെയും വിഭജനത്തെയും കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രഖ്യാതമായ ഗ്രന്ഥത്തിൽ വളരെ നിശിതമായി അദ്ദേഹം അതിൽ വിമർശിക്കുന്നുണ്ട്. അവിടെ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പാവപ്പെട്ട ഹിന്ദുക്കളെ മതപരിവർത്തനം നടത്തി ഗർഭിണികളെ പോലും അവരുടെ വയർ കുത്തിപ്പിളർന്നതിനെയും കീറിയതിനെയും ഒക്കെ കുറിച്ചിട്ട് വളരെ ലജ്ജാകരമായ അത്തരം നടപടികളെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ശരിയാണ്, പിന്നീട് കോൺഗ്രസ് അതിനെ അപലപിച്ചു, ക്ഷമ ചോദിച്ചു, ഇത്തരം ഒരു സമരം കോൺഗ്രസ് ഏറ്റെടുക്കാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അപ്പോൾ പറയുമ്പോഴത്തേക്കും 10,000 ആളുകളുടെ തലയുറത്ത് കഴിഞ്ഞിരുന്നു, 1000 ആളുകൾ മതപരിവർത്തനം ചെയ്ത് കഴിഞ്ഞിരുന്നു, 1000 ആളുകൾ ഭവനരഹിതരായി കഴിഞ്ഞിരുന്നു, 1000 ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടു. ഇത്തരം ഭീകരമായ ഒരു താണ്ഡവം 6 മാസക്കാലത്തോളം അവിടെ നടന്നതിന് ശേഷമാണ് ഇത്തരം പ്രീണന രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ആഹ്വാനം ചെയ്ത ആളുകൾക്ക് വീണ്ടും വിചാരം ഉണ്ടാകുന്നത്, തിരിച്ചറിവ് ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത്തരം പ്രീണന നയങ്ങളുടെ ഒരു ധാരയും കൂടി ഉണ്ടായിരുന്നു. ഏറ്റവും അവസാനം എന്താണ് സംഭവിച്ചത്? ഇപ്പോ ഈ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് സമരം നടക്കുമ്പോ വളരെ ഭീകരമായ ചില മുദ്രാവാക്യങ്ങൾ ഉയരുകയുണ്ടായി. രാജ്യം പാസാക്കിയ ഒരു നിയമവുമായി ബന്ധപ്പെട്ട് സമരം നടത്താൻ, പ്രക്ഷോഭം നടത്താൻ ആർക്കും അവകാശമുണ്ട്. ആ സമരമൊക്കെ ആർക്കും നടത്താവുന്നതാണ്. പക്ഷെ ചിലയിടത്ത് നടന്ന പ്രക്ഷോഭങ്ങളിൽ ഉയർന്ന മുദ്രാവാക്യം എന്താണ്? അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ ഉയർന്ന ഒരു മുദ്രാവാക്യം, ഹിന്ദു ഓങ്കി ഖബർ കിയാ AMU की धरती पे എന്നാണ്. എന്താണ് അർത്ഥം? ഹിന്ദുവിന്റെ ഖബറ് ഞങ്ങള് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ കുഴിക്കുമെന്ന്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ ഹിന്ദുവിന്റെ ഖബർ കുഴിക്കുമെന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? ഭാരത് കി ബർബാദി ജംഗ് രഹേംഗെ, ജയനുകൾ വിളിക്കുകയാണ്. ഭാരതം നശിച്ചു പോകട്ടെ എന്നാണ്, ഭാരതം നശിച്ചു പോകട്ടെ എന്നാണ് മുദ്രാവാക്യം വിളിക്കുന്നത്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? നമ്മുടെ നാട്ടിലെ ഒരു കേന്ദ്ര സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ ഭാരതം നശിച്ചു പോകട്ടെ എന്ന് ആവർത്തിച്ച് വിളിക്കുകയാണ്. കേന്ദ്ര സർവകലാശാലയിൽ നിന്ന് വിളിക്കുകയാണ്, ഞങ്ങളുടെ ഹിന്ദുവിന്റെ ഖബർ കുഴിക്കുമെന്ന്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ആവുമ്പോ അത് വലിയ ആശങ്ക ഉളവാക്കുന്നുണ്ട്. കാരണം എന്താണ്? 1940 ആദ്യമായി ഈ രാജ്യത്തെ വെട്ടിമുറിച്ച് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ടാക്കണം എന്ന മുദ്രാവാക്യം ആദ്യമായി വരുന്നത് 1940 ഇതേ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലാണ്. ആ സമയത്ത് എല്ലാവരും പറഞ്ഞിരുന്നത് അതൊരു ഭ്രാന്തൻ ജൽപ്പനമാണ്. ഈ രാജ്യം എങ്ങനെയാണ് വെട്ടിമുറിക്കുന്ന? 1000 വർഷമായി ഒരുമിച്ച് നിന്ന ഈ രാജ്യത്ത് എങ്ങനെയാണ് വെട്ടിമുറിക്കാൻ സാധിക്കുക എന്ന് അന്ന് അവർ പറഞ്ഞത് അസാധ്യമാണ് എന്നാണ്. നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള ഗാന്ധിജി അദ്ദേഹം എന്താണ് പറഞ്ഞത്? എന്റെ ശരീരത്തെ വെട്ടിമുറിച്ചാൽ മാത്രമേ ഈ രാജ്യത്തെ വെട്ടിമുറിക്കാൻ ഞാൻ സമ്മതിക്കൂ എന്നാണ്. പക്ഷെ എന്ത് സംഭവിച്ചു? 1947 ആഗസ്റ്റ് മാസം 15-ാം തീയതി സ്വാതന്ത്ര്യം തരുമ്പോൾ അതുവരെ നമ്മുടെ നാടിന്റെ ഭാഗമായിരുന്ന ഇപ്പോഴത്തെ പാകിസ്ഥാനും ബംഗ്ലാദേശും ഉൾപ്പെടെയുള്ള ഭാഗം വേറൊരു മതത്തിന്റെ പേരിൽ, ആ മതത്തിന്റെ പേരിൽ അവർക്ക് വിഭജിച്ചു കൊടുത്തുകൊണ്ടാണ്
സ്വാതന്ത്ര്യം നമുക്ക് നൽകുന്നത്. ഇപ്പൊ ചില ആളുകൾ പറയുന്നുണ്ട്, നമ്മളെ ഇപ്പോൾ കൊണ്ടുവന്ന നിയമത്തിന്റെ പേരിൽ ഇത് ഇന്ത്യ വിഭജിക്കുന്ന നിയമമാണ്, മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കുന്ന നിയമമാണ് എന്നൊക്കെ പറയുന്നത്. എത്ര പരിഹാസ്യമായ ഒരു വാദമാണ് എന്ന് നമ്മൾ ആലോചിക്കണം. ആരാണ് ഇന്ത്യ വിഭജിച്ചത്? ഒരുപക്ഷെ ആ വിഭജനമാണ്, മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിഭജനമാണ് ഇത്തരൊരു നിയമം ഇപ്പോൾ കൊണ്ടുവരുന്നതിന് കാരണമായി തീർന്നിരിക്കുന്നത്. വിഭജനം നടത്തണം എന്ന് ആദ്യമായി ആവശ്യപ്പെട്ട പാർട്ടി അത് മുസ്ലിം ലീഗാണ്. ആ മുസ്ലിം ലീഗ് ഇപ്പോൾ വലിയ മതേതരത്വത്തിന്റെ ആളുകളാണ്. കോൺഗ്രസിന്റെ കൂടെ നിന്ന് അവര് ഈ നിയമത്തെ എതിർക്കുകയാണ്, അവർക്കെല്ലാം പിന്തുണയും കൊടുക്കുകയാണ്. എന്താണ് ആ പാർട്ടിയുടെ പേര്? മുസ്ലിം ലീഗ് എന്നാണ്. പേരിൽ പോലും മതത്തിന്റെ പേരിൽ ആ പാർട്ടിയാണ് ഞങ്ങൾ മതേതരക്കാരാണെന്ന് പറയുന്നത്. എന്താ അവരുടെ ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്നത്? അവരുടെ ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്ന മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്ക് ഈ പാർട്ടിയിൽ അംഗത്വം കൊടുക്കാനോ ഭാരവാഹിത്വം കൊടുക്കാനോ പോകുന്നില്ല. നമ്മുടെ രാജ്യം ഒരു മതേതര രാജ്യമാണ്. ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി, ആ പാർട്ടി മതത്തിന്റെ പേരിലുള്ള പാർട്ടിയാണ്. ആ പാർട്ടിയുടെ ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്നത് ഞങ്ങളുടെ മതത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമേ പൗരത്വം കൊടുക്കൂ എന്ന് എഴുതി വെച്ചിരിക്കുന്നു. ആ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. ആ പാർട്ടി ഇവിടെ എംപിമാരാകുന്നു, MLA-മാരാകുന്നു. ആ പാർട്ടി ഏകപക്ഷീയമായി പുരുഷന്മാര് മാത്രമേ സ്ഥാനാർത്ഥികളാക്കൂ എന്ന് പ്രഖ്യാപിക്കുന്നു. ഇതുവരെ നിയമസഭയിലേക്ക് അവരൊരു സ്ത്രീയെ സ്ഥാനാർത്ഥിയാക്കിയിട്ടില്ല, പാർലമെന്റിലേക്ക് ഒരു വനിതയെ സ്ഥാനാർത്ഥിയാക്കിയിട്ടില്ല. അവരുടെ മതപരമായ ഇത്തരം അസഹിഷ്ണുതാപരമായ യാഥാസ്ഥികമായ സമീപനം അവർ തുറന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ ആർക്കും എതിർപ്പില്ല. അവർ പഞ്ചായത്തിലേക്കൊക്കെ സ്ഥാനാർത്ഥികളെ നിർത്തുന്നുണ്ട്. ഭരണഘടന നിർബന്ധമാക്കിയാണ് അവരുടെ റിസർവേഷൻ, സ്ത്രീകൾക്ക് സംവരണം. അതുകൊണ്ട് മാത്രം സ്ത്രീകളെ സ്ഥാനാർത്ഥിയാക്കുന്നു. സ്ത്രീകളെ സ്ഥാനാർത്ഥിയാക്കിയാലും മലപ്പുറം പോലുള്ള സ്ഥലത്ത് സ്ത്രീയുടെ ഫോട്ടോയൊന്നും വെക്കില്ല. സ്ഥാനാർത്ഥികളാക്കിയ സ്ത്രീയുടെ ഭർത്താവിന്റെ ഫോട്ടോയാണ് വെക്കുക എന്ന പരിഹാസ്യമായ കാര്യം പോലുണ്ട്. പക്ഷെ അവരൊക്കെ മതേതരക്കാരാണ്, അവരൊക്കെ പുരോഗമനക്കാരാണ്, അവരൊക്കെ വലിയ ആദരണീയമായ സ്ഥാനങ്ങളിൽ വരുന്നു. അവരിവിടുത്തെ ഉപമുഖ്യമന്ത്രിയാവുന്നു, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തയ്യാറെടുക്കുന്നു. അവർ വീണ്ടും ഈ സംസ്ഥാനത്തെ വെട്ടിമുറിക്കണമെന്ന് പറയുന്നു. അവരുടെ യുവജന സംഘടന പറഞ്ഞു കോഴിക്കോട് കേന്ദ്രമാക്കിയിട്ട് വേറൊരു സംസ്ഥാനം ഉണ്ടാകണമെന്ന്. മറ്റൊരു സംസ്ഥാനത്തുള്ള വാദം ഉണ്ടാകുന്നു. മലബാറിൽ പുതിയൊരു മാപ്പിളസ്ഥാൻ വേണമെന്ന വാദം ഈ കഴിഞ്ഞ മാസങ്ങളിൽ ഉന്നയിക്കപ്പെട്ടു. അവർ ഈ നാടിനെ വെട്ടിമുറിക്കാൻ വേണ്ടി വീണ്ടും കേരളത്തെ വെട്ടിമുറിക്കാൻ വേണ്ടി വരുന്നു. ആർക്കും യാതൊരു പ്രശ്നവുമില്ല. അവരാണ് ഈ രാജ്യത്തെ വെട്ടിമുറിക്കണം, മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഹിന്ദുക്കളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ വെട്ടിമുറിക്കാൻ ആദ്യമായി വന്നത്. ആരാണ് മുറിച്ചു കൊടുത്തത്? മുറിച്ചു കൊടുത്തത് നിശ്ചയമായും ഈ രാജ്യത്തെ എല്ലാവരുടെയും പ്രതീക്ഷയായിരുന്ന, എല്ലാവരും അണിനിരന്നിരുന്ന ഈ രാജ്യത്തിന്റെ ദേശീയ പ്രസ്ഥാനമായിരുന്ന കോൺഗ്രസ്. ആ കോൺഗ്രസ് ആണ് മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് വെട്ടിമുറിക്കുന്നത്. ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നുണ്ട് മതത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ വെട്ടിമുറിക്കുകയാണെന്ന്. ആരാ വെട്ടിമുറിക്കാൻ പറഞ്ഞത്? ലീഗിനോട് നിങ്ങൾ ധൈര്യമായി ആവശ്യപ്പെട്ടോളൂ. ഈ രാജ്യം ഒന്നല്ല, മുസ്ലിങ്ങൾക്ക് വേറെ രാജ്യത്തിന് അവകാശമുണ്ട്, ഇവിടെ സിഖുകാർക്ക് വേറെ രാജ്യത്തിന് അവകാശമുണ്ട്. ഇത് 17 കഷ്ണമായി വിഭജിക്കണം. ബ്രിട്ടീഷുകാരോട് പറയാണ് 17ആയി വിഭജിച്ചു കൊടുക്കണമെന്ന്. ഇവിടെ ഖാലിസ്ഥാൻ വേറെ കൊടുക്കണം, ദ്രാവിഡസ്ഥാൻ വേറെ കൊടുക്കണം, ഇത് തെലുങ്കാന വേറെ കൊടുക്കണമെന്ന് എടുത്തിട്ട് ഈ രാജ്യത്തെ വെട്ടിമുറിക്കാൻ വേണ്ടിയിട്ടുള്ള തീവ്രവാദികളുടെയും വർഗീയവാദികളുടെയും ആവശ്യങ്ങൾക്ക് സൈദ്ധാന്തികമായ പിന്തുണ കൊടുത്തിട്ട് കരുത്ത് പകർന്നിട്ട് അവരെ കൊണ്ട് അവരുടെ ആവശ്യം ഉച്ചത്തിൽ വിളിച്ചു പറയിക്കാൻ അവർക്ക് പിന്തുണ നൽകിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഇവരെല്ലാവരും ചേർന്നാണ് നമ്മുടെ രാജ്യം എന്ന് വിഭജിക്കുന്നത്. ആ വിഭജനത്തിന്റെ ഒരു 1947 ആഗസ്റ്റ് 13, 14 തീയതികൾ അവരുടെ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. ഫ്രീഡം അറ്റ് മിഡ്നൈറ്റ് എന്ന ഒരു പുസ്തകത്തിൽ ലാരി കോളിൻസും ഡൊമിനിക് ലാപ്പിയറും എഴുതിയ ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിൽ സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന് പറയുന്ന പുസ്തകത്തിൽ വളരെ വിശദമായിട്ട് ആ ചരിത്ര സംഭവങ്ങൾ, ചോര പൊട്ടിഞ്ഞ അന്നത്തെ കാലഘട്ടത്തെ കുറിച്ച് അതിൽ വിവരിക്കുന്നുണ്ട്. ഒരു മേശയുടെ ചുറ്റും ഇരിക്കുകയാണ് ഇന്ത്യൻ നേതാക്കളും മൗണ്ട് ബാറ്റനും പാകിസ്ഥാൻ ജിന്നയും അതുപോലെ വാദക്കാരും എല്ലാം ഇരിക്കുകയാണ്. ഒരു ഭൂപടം അവിടെ വെച്ചിട്ടുണ്ട്. ആ ഭൂപടത്തിൽ അങ്ങ് ഹിമാലയം മുതൽ ഒരു ചുവന്ന ഒരു ബോട്ട്പേന കൊണ്ട് ഇങ്ങനെ വരയ്ക്കുകയാണ് മൗണ്ട് ബാറ്റൻ. ആ വര ഇങ്ങനെ ഒരു പകുതി എത്തിയപ്പോ ജിന്ന പറയുകയാണ്, നിങ്ങൾ എത്രയാണ് ഞങ്ങൾക്ക് തരുന്നത്? ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾ പറയാം. ആവശ്യം പറയുകയാണ് ജിന്ന പറഞ്ഞു, ഞങ്ങൾ ഇന്ത്യയിൽ 1/3 മുസ്ലിങ്ങളുണ്ട്, 30 കോടി ജനങ്ങളാണ് ഈ രാജ്യത്താകെയുള്ളത്, ഞങ്ങൾ 10 കോടിയുണ്ട്, ഞങ്ങൾക്ക് 1/3 ഭൂമി, ആ കൃത്യമായ 1/3 ഭൂമി തരണം. ഇന്ത്യൻ നേതാക്കൾ സമ്മതിച്ചു. അങ്ങനെ കൃത്യമായി 1/3 ഭാഗം അടയാളപ്പെടുത്തി ഹിമാലയത്തിൽ നിന്ന് തുടങ്ങി ഇങ്ങോട്ട് താഴത്തേക്ക് കൊണ്ടുവന്ന് താഴത്തേക്ക് എത്തുമ്പോ തീരാൻ നോക്കുമ്പോ ജിന്ന പുതിയൊരു വാദം ഉന്നയിക്കുകയാണ്. ജിന്ന ഉന്നയിച്ച വാദം ശരിയാണ്,
ഞങ്ങൾ മുസ്ലിങ്ങളുടെ ഭൂമി കിട്ടി. പക്ഷെ നിങ്ങൾ ഈ വരയിട്ടതിന്റെ ഇപ്പുറത്തെ പാകിസ്ഥാനിൽ ഹിന്ദുക്കൾ ഉണ്ടാവുമല്ലോ, ആ ഹിന്ദുക്കൾക്ക് വേറെ ഭൂമി വേണമെന്ന്. ആ സമയത്ത് ഇന്ത്യൻ നേതാക്കൾ അവരോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽപ്പെടുന്ന സ്ഥലത്ത് മുസ്ലിങ്ങളില്ലേ, അവരുടെ കാര്യമോ? ജിന്ന പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ത്യയിൽപ്പെട്ട ഹിന്ദുക്കളുടെ കാര്യത്തിൽ എനിക്കൊന്നും പറയാനില്ല, അത് നിങ്ങളുടെ കാര്യം. പക്ഷേ ഞങ്ങളുടെ പ്രദേശത്ത് വിടുന്ന ഹിന്ദുക്കൾ, ആ ഹിന്ദുക്കൾക്ക് ഭൂമി ഞങ്ങൾക്ക് കിട്ടിയേ തീരുവെന്ന്. അവസാനം പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി വര മാറ്റി വരക്കുകയാണ്. ആസാമിലെ 2 ജില്ലയും ബംഗാളിലെ 2 ജില്ലയും പഞ്ചാബിലെ 2 ജില്ലയും കൂടി പാകിസ്ഥാനിൽ പെട്ടുപോയ ഹിന്ദുക്കൾക്ക് കൊടുക്കാൻ വേണ്ടി, അവരുടെ ഭൂമിക്ക് വേണ്ടി, അവകാശത്തിന് വേണ്ടി വീണ്ടും കൊടുത്തിട്ടാണ് ഇന്ത്യ വിഭജനം പൂർത്തിയായത്. 2 രാജ്യങ്ങൾ ഇസ്ലാമിക രാജ്യമായി പാകിസ്ഥാൻ വരികയാണ്. 1947 ആഗസ്റ്റ് മാസം 14 തീയതി പാകിസ്ഥാനിൽ പെട്ട ആളുകൾ അവർ ഉറങ്ങാൻ കിടക്കുമ്പോ അവർ ഇന്ത്യയിലായിരുന്നു. പക്ഷെ രാവിലെ പുലർന്ന് നോക്കുമ്പോ അവര് പാകിസ്ഥാനിലാണ്. അങ്ങനെ പാകിസ്ഥാനിൽ പെട്ടുപോയ ആളുകൾ അവര് പാകിസ്ഥാൻ വാർത്ത പിന്തുണച്ചവരാണോ? അവരുടെ ആഗ്രഹമാണോ? അവരുടെ ആവശ്യമാണോ? അവരുടെ അഭിലാഷമാണോ? അവർ സ്വപ്നം വിചാരിച്ചതാണോ ഞങ്ങൾ വേറൊരു രാജ്യത്തായി പോകുമെന്ന്? അങ്ങനെ ഉണർന്നെഴുന്നേൽക്കുമ്പോ വേറൊരു രാജ്യത്ത് പെട്ടുപോയ അവിടുത്തെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ആളുകൾ പിറ്റേന്ന് പോലെ അവർക്ക് എന്താണ് കിട്ടിയത്? അവരുടെയും കൂടി കണക്ക് പറഞ്ഞ് ചോദിച്ചു വാങ്ങിയ പാകിസ്ഥാൻ എന്ന ഭൂമിയിൽ നിന്ന് അവരെ ആട്ടി ഓടിക്കുകയാണ്. അവരെ അവിടെ നിന്ന് പലായനം ചെയ്യിക്കുകയാണ്. 47 ആഗസ്റ്റ് 15 തീയതി മുതൽ പാകിസ്ഥാൻ എന്ന ഭാരതത്തിലേക്ക് വരുന്ന എല്ലാ ട്രെയിനുകളിലും കബന്ധങ്ങൾ കുത്തിനിറച്ച ട്രെയിനുകളാണ് വന്നത്. അവിടെ നിന്നൊരു മനുഷ്യപ്പുഴ ഇങ്ങോട്ട് ഒഴുകി വരികയാണ്. എല്ലാം ഇട്ടെറിഞ്ഞ ആളുകൾ, സ്വന്തക്കാരെ നഷ്ടപ്പെട്ട ആളുകൾ, വീട് തകർക്കപ്പെട്ട ആളുകൾ, മാനം തകർക്കപ്പെട്ട ആളുകൾ, ധ്വംസിക്കപ്പെട്ട ആളുകൾ, അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകളുടെ ഒരു മനുഷ്യപ്പുഴ ഒഴുകി വരികയാണ്. നിസ്സംഗരും നിരാശ്രയരുമായ നിരപരാധികളായ പാവങ്ങളായ മനുഷ്യർ, ആപാലവൃദ്ധമാളുകൾ, പിറന്ന നാട്ടിൽ നിന്ന് പറച്ചെടിയെ എറിയപ്പെടേണ്ടി വന്ന അഭയാർത്ഥികളായിട്ട് എല്ലാം നഷ്ടപ്പെട്ട ആളുകൾ ഇങ്ങനെ ഭാരതത്തിലേക്ക് ഒഴുകി വരികയാണ്. 30 ലക്ഷം ആളുകളാണ് വന്നത്. ഭാരതം നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി. ആ സമയത്ത് നമ്മുടെ രാഷ്ട്രപിതാവ് ബിർള ഹൗസിൽ വെച്ച് 1947 ജൂലൈ മാസം 16 തീയതി ഒരു പ്രസംഗം നടത്തുമ്പോൾ ഗാന്ധിജി പറഞ്ഞൊരു കാര്യമുണ്ട്. പാകിസ്ഥാനിൽ നിന്ന് നമ്മുടെ സഹോദരന്മാർ, അവിടുത്തെ ഹിന്ദുക്കൾ അവരൊന്ന് ആട്ടിയോടിക്കപ്പെട്ട് പലായനം ചെയ്തു വരികയാണ്. അവരെ നമുക്ക് സ്വീകരിക്കണം, അവർക്ക് എല്ലാ അവകാശങ്ങളും ഇവിടെ നൽകണം, അവർക്ക് പൗരത്വവും ജോലിയും നൽകണം, അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന് ഗാന്ധിജി രാഷ്ട്രപിതാവ് പറഞ്ഞു. നമ്മുടെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പാർലമെന്റിൽ ഒരു ചോദ്യത്തിന് മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. 1950 നവംബർ മാസം 5 തീയതി ചോദ്യം, പാകിസ്ഥാനിൽ നിന്ന് വന്ന ന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിൽ ഈ സർക്കാർ എന്ത് നടപടിയാണ് എടുക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത്, ബഹുമാനപ്പെട്ട അംഗത്തിന്റെ ചോദ്യം പൗരത്വത്തെ കുറിച്ചാണല്ലോ. ജന്മനാട്ടിൽ, അതായത് പാകിസ്ഥാനിൽ ഇന്ത്യൻ പൗരത്വത്തിന് അവകാശമുണ്ട്. നിയമം അപര്യാപ്തമാണെങ്കിൽ അത് പുനർനിർമ്മിക്കണമെന്നാണ് ഗവൺമെന്റ് അഭിപ്രായം. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അങ്ങനെ വന്ന ആളുകൾക്ക് പൗരത്വം കൊടുക്കണമെന്ന് 1950 തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം നാഷണൽ ഹെറാൾഡ് പത്രത്തിന് കൊടുത്ത ഒരു ഇന്റർവ്യൂവിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞു, അവർക്ക് വേണ്ടി ഒരു പ്രത്യേക നിധി ഉണ്ടാക്കണം, അഭയാർത്ഥികളായി വന്ന ആളുകൾക്ക് പൗരത്വം, അവരുടെ പുനർനിർമ്മാണത്തിന് വേണ്ടി ഒരു ദേശീയ നിധി ഉണ്ടാക്കുന്ന കാര്യം ഗവൺമെന്റ് ആലോചിക്കുകയാണ് എന്ന്. നമ്മുടെ അന്നത്തെ കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്ന മഹാനായ വ്യക്തി ഉൾപ്പെടെ, പട്ടാഭി സീതാരാമയ്യ ഉൾപ്പെടെ, അന്നത്തെ ദേശീയ നേതാക്കൾ എല്ലാവരും, അംബേദ്കർ ഉൾപ്പെടെ, അവർക്ക് പൗരത്വം നൽകണമെന്ന അഭിപ്രായക്കാരായിരുന്നു. പക്ഷെ ഭരണഘടനയിൽ അഭയാർത്ഥി പ്രവാഹം അപ്പോഴും തുടർന്നുകൊണ്ട് ഭരണഘടനത്തെ സംബന്ധിച്ചുള്ള ഇത്തരം കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കാൻ സാധിക്കാത്തതുകൊണ്ട് നമ്മുടെ ഭരണഘടന 1950 ജനുവരി 26 പ്രഖ്യാപിക്കുമ്പോ അതിലെ 11ാം വകുപ്പിൽ ഒരു പ്രഖ്യാപനം നടത്തി. സുപ്രധാനമായ പ്രഖ്യാപനം. ഇന്ത്യയിലെ പൗരന്മാരായിരിക്കണം, പൗരത്വത്തെ സംബന്ധിച്ചുള്ള വ്യവസ്ഥകൾ എന്തായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് ഒരു പൗരത്വ നിയമം ഉണ്ടാക്കുന്നതിന് ഇന്ത്യൻ ഭരണഘടനയുടെ 11ാം വകുപ്പ് പ്രകാരം ഇന്ത്യൻ പാർലമെന്റിന് സർവ്വ അധികാരങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് എന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ 11ാം വകുപ്പിൽ എഴുതി ചേർത്തു. അതിനുശേഷമാണ് 55 ഇന്ത്യൻ പൗരത്വ നിയമം എന്ന് പറയുന്ന ഒരു നിയമം ഉണ്ടാക്കുന്നത്. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ പൗരന്മാർ.
ആരൊക്കെയാണ് ഈ നാട്ടിലേക്ക് വന്നാൽ പൗരത്വത്തിന് അപേക്ഷിക്കാൻ അർഹർ? പൗരത്വത്തിന് അപേക്ഷിക്കുമ്പോഴുള്ള മാനദണ്ഡം എന്താണ്? ആർക്കൊക്കെയാണ് പൗരത്വം കൊടുക്കേണ്ടത് എന്നതിനെയെല്ലാം സംബന്ധിച്ച് വിശദമായി പറയുന്ന നിയമമാണ് 1955 ഇന്ത്യൻ പൗരത്വ നിയമം. ആ നിയമം ഉണ്ടാക്കിയതാരാണ്? അതിവിടെ ഉണ്ടാക്കിയത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ആ നിയമം ഉണ്ടാക്കിയത്. വേറൊരു കാര്യം കൂടി ചിന്തനീയമായ കാര്യമാണ്. ആ നിയമം അനുസരിച്ച് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരണമെങ്കിൽ പാസ്പോർട്ട് വേണം, തിരിച്ചും വേണം. പിന്നീട് 1971 ബംഗ്ലാദേശ് ഉണ്ടായി. പാകിസ്ഥാൻ വിഭജിച്ച് ബംഗ്ലാദേശിൽ നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് വരണമെങ്കിൽ പാസ്പോർട്ട് വേണം, തിരിച്ചും വേണം. അങ്ങനെ ഒരു ആണല്ലോ ഇപ്പൊ ഇതൊരു പ്രശ്നമായി മാറിയത്. അല്ലെങ്കിൽ അവിടുന്ന് ആളുകൾക്ക് ഇഷ്ടം പോലെ ഇങ്ങോട്ട് വരാമായിരുന്നു, ഇവിടുന്ന് ആളുകൾക്ക് അങ്ങോട്ട് പോകാമായിരുന്നു. ഈ പാസ്പോർട്ട് സമ്പ്രദായം ഏർപ്പെടുത്തിയാരാണ്? ഇവിടുത്തെ ഗവൺമെന്റ് ആണ്. എന്നാൽ എല്ലാ അയൽ രാജ്യങ്ങളോടും ഇങ്ങനെയുള്ള സമീപനം സ്വീകരിച്ചിട്ടുണ്ടോ? ഒട്ടില്ലതാനും. എന്താണ് ഉദാഹരണം? നേപ്പാളിൽ നിന്ന് ഈ രാജ്യത്തേക്ക് വരാൻ പാസ്പോർട്ട് വേണ്ട. നേപ്പാളിൽ നിന്ന് ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകാൻ പാസ്പോർട്ട് വേണ്ട. ഭൂട്ടാൻ എന്ന രാജ്യത്ത് നിന്ന് ഇങ്ങോട്ട് വരാൻ പാസ്പോർട്ട് വേണ്ട. ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പാസ്പോർട്ട് വേണ്ട. ബംഗ്ലാദേശിൽ നിന്ന് വേണം, പാകിസ്ഥാനിൽ നിന്ന് വേണം, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വേണം. ഭൂട്ടാനിൽ നിന്ന് വേണ്ട, നേപ്പാളിൽ നിന്ന് വേണ്ട. ഇതൊക്കെ ആര് കൊണ്ടുവന്നാണ്? ഇതൊക്കെ ഇവിടെയുള്ള കോൺഗ്രസ് ഗവൺമെന്റ് കൊണ്ടുവന്ന നയങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് പാകിസ്ഥാനിൽ നിന്ന് വേണമെന്നും നേപ്പാളിൽ നിന്ന് വേണ്ടാമെന്നും തീരുമാനിക്കാനുള്ള മാനദണ്ഡമാണ് നമുക്കറിയില്ല. ഒരുപക്ഷെ നേപ്പാൾ ഒരു ഹിന്ദു രാഷ്ട്രമായിരുന്നു എന്ന്, ഒരു മുസ്ലിം രാഷ്ട്രമായിരുന്നു പാകിസ്ഥാൻ. ബംഗ്ലാദേശ് ഒരു മുസ്ലിം രാഷ്ട്രമായിരുന്നു, ബുദ്ധരാഷ്ട്രമാണ് ഭൂട്ടാൻ. ഭൂട്ടാനിൽ നിന്നും നേപ്പാളിൽ നിന്നും വേണ്ട എന്നും പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും വേണം എന്നും തീരുമാനിക്കുന്നത് മതപരമായ വിവേചനമാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, ആർക്കെങ്കിലും വേണമെങ്കിൽ ആരോപിക്കാം. പക്ഷേ അങ്ങനെയൊക്കെയാണ് ഈ രാജ്യത്ത് നിലവിലുണ്ടായിരുന്നു. ഇതൊക്കെ ആര് കൊണ്ടുവന്നാണ്? ഇത് കോൺഗ്രസ് കൊണ്ടുവന്നാണ്. സത്യത്തിൽ ഇതൊക്കെ ഏതിന്റെ സ്ഥാനത്തിലാണ് ഇത്തരം പാസ്പോർട്ടും നയങ്ങളൊക്കെ വരുന്നത്? ഒരു രാജ്യം നമ്മളോട് ഏതു രീതിയിലാണ് പെരുമാറുന്നത് എന്ന് നോക്കിയിട്ടാണ്. നയതന്ത്ര ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആ നയതന്ത്ര ബന്ധം ഇന്നുവരെ പാകിസ്ഥാൻ നമ്മളോട്, ബംഗ്ലാദേശ് നമ്മളോട് മാനമായി പെരുമാറിയിട്ടില്ല, മാന്യമായി പെരുമാറിയിട്ടില്ല. 3 യുദ്ധം നമ്മളോട് നടത്തി. ഇപ്പോഴും പ്രചണ്ഡ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് ആളുകൾ ഭീകരന്മാരാക്കി പരിശീലിപ്പിച്ച് പാക്കാടിയുടെ കാശ്മീരിൽ വെച്ച് ഭീകര ക്യാമ്പുകൾ നടത്തിയിട്ട് ഇവിടത്തേക്ക് വന്നിട്ട് ഇവിടത്തെ സ്ഫോടനങ്ങൾ നടത്തുന്നു, പൗരന്മാരെ കൊല്ലുന്നു, പാർലമെന്റിനെ ആക്രമിക്കുന്നു, നിരന്തരമായ ആക്രമണങ്ങൾ നടത്തിക്കുന്നു. അങ്ങനെയുള്ള ഒരു രാജ്യമായിട്ട് നമുക്ക് ഇങ്ങനെയാണ് സൗഹൃദം പാലിക്കാൻ സാധിക്കുക? ബംഗ്ലാദേശ് ആണെങ്കിലും എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവരുടെ പൗരന്മാരെ നമ്മുടെ രാജ്യത്തേക്ക് കടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ആവശ്യമില്ലാത്തവരെ, അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തവരെ അവർ തള്ളാനുള്ള ഹമ്പായി നമ്മുടെ രാജ്യത്തെ മാറ്റിയിരിക്കുകയാണ്. നമ്മൾ അവരും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഇപ്പോൾ കുറച്ച് മെച്ചമാണെങ്കിലും നേരത്തെ വളരെ വഷളായിരുന്നു. അതുകൊണ്ട് ഈ രാജ്യങ്ങളുമായിട്ടുള്ള നയതന്ത്ര ബന്ധം നേരത്തെ തീരുമാനിക്കുമ്പോ ഈ രാജ്യങ്ങളിൽ നിന്ന് പാസ്പോർട്ട് വേണം തീരുമാനിച്ചു. നേപ്പാൾ നമ്മളുമായിട്ട് ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല, നമ്മൾ അങ്ങോട്ടുമില്ല. ഭൂട്ടാനും നമ്മൾ തമ്മിൽ ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് പാസ്പോർട്ടും വിസയും അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടാൻ തീരുമാനിച്ചു. ഏതായാലും ഇത്തരം കാര്യങ്ങളെല്ലാം 1955 പൗരത്വം ഉണ്ടാക്കിയതാരാണ്? പിന്നീട് ഈ നയങ്ങൾ കൊണ്ടുവന്നവരാണ് ഇതേ ഗവൺമെന്റ് ആണ്. അങ്ങനെ നമ്മുടെ രാജ്യത്ത് ലക്ഷക്കണക്കിന് ആളുകൾ ഈ രാജ്യത്തേക്ക് വന്ന ആളുകൾ, അതിൽ 20 കൊല്ലമായ ആളുകളുണ്ട്, 30 കൊല്ലമായ ആളുകളുണ്ട്, 40 കൊല്ലമായ ആളുകളുണ്ട്, 10 കൊല്ലമായ ആളുകളുണ്ട്. അങ്ങനെ നമ്മുടെ നാട്ടിലേക്ക് വന്ന ആളുകൾ എല്ലാവരും ആവശ്യപ്പെട്ടിട്ടും ദൗർഭാഗ്യവശാൽ അവർക്ക് പൗരത്വം കൊടുത്തില്ല. അതിന്റെ നിയമം വന്നില്ല. അങ്ങനെ എല്ലാവരും കൊടുക്കണമെന്ന് പറഞ്ഞു. CPM പോലും പറഞ്ഞു. CPM അവരുടെ പാർട്ടി കോൺഗ്രസ് നടന്നപ്പോൾ 2012 നടന്നപ്പോൾ, കോഴിക്കോട്ട് നടന്നപ്പോൾ അവരൊരു പ്രമേയം പാസാക്കി. ബംഗ്ലാദേശിൽ നിന്ന് വന്ന ന്യൂനപക്ഷങ്ങൾക്ക് പൗരത്വം നൽകണം എന്ന് പ്രമേയം പാസാക്കി. അവർ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിന് കത്തെഴുതി. അതേ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയാവുന്നതിന് മുമ്പ് പാർലമെന്റിൽ, രാജ്യസഭയിൽ നടത്തിയ പ്രസംഗത്തിൽ ഈ അഭയാർത്ഥികൾക്ക് പൗരത്വം കൊടുക്കുന്നതിനെ കുറിച്ച് പ്രസംഗിച്ചു. ഇവരെല്ലാവരും ആവശ്യപ്പെട്ടതല്ലാതെ പൗരത്വം നൽകാൻ തയ്യാറായില്ല. നമ്മൾ ഓർമ്മിക്കേണ്ടത് ഈ പൗരത്വത്തിനുള്ള അവരുടെ അർഹത എന്താണ് എന്നുള്ളതാണ്. അവരുടെ കുറ്റം കൊണ്ടല്ല അവർ പാകിസ്ഥാനിൽ പെട്ടുപോയത്. അതൊരു മതാധിഷ്ഠിത രാജ്യമായി, ബംഗ്ലാദേശ് മതാധിഷ്ഠിത രാജ്യമായി. ആ രാജ്യത്ത് നിന്ന് മതപരമായ പീഡനം കൊണ്ട്, മതാധിഷ്ഠിത രാജ്യങ്ങളിൽ നിന്ന് മതപരമായ പീഡനങ്ങൾ കൊണ്ട് ആട്ടിയോടിക്കപ്പെട്ട് നമ്മുടെ നാട്ടിൽ വന്ന് ബംഗ്ലാ കോളനിയൊക്കെ ഉണ്ട്. ഡൽഹിയിൽ, പാകിസ്ഥാനിൽ വന്ന ആളുകളുടെ കോളനി ഉണ്ട്. ഒരു പ്ലാസ്റ്റിക് ഷീറ്റിന്റെ അടിയിൽ അവർ കഴിയുകയാണ്. അങ്ങനെ കഴിയുന്ന സമയത്ത്
അവരുടെ നരക ജീവിതമാണ്. ആ പ്ലാസ്റ്റിക് ഷീറ്റിന്റെ അടിയിൽ വെച്ച് ജനനവും മരണവും സന്താനോത്പാദനവും അവരുടെ എല്ലാ കാര്യങ്ങളും ഒരു പ്ലാസ്റ്റിക് ഷീറ്റിന്റെ അടിയിൽ വെച്ച് നടത്തേണ്ട ഗതിയാണ്. അവിടെ നല്ല നിലയിൽ ആളുകളായിരുന്നു. അവർക്കിവിടെ തെരുവിൽ ഡൽഹിയിലെ മരം കോച്ചുന്ന മഞ്ഞത്ത് തണുത്തു വിറച്ച് കഴിയുന്ന അവരെ കുറിച്ച് അവരിത്ര നാളും കരഞ്ഞിട്ടും അവർക്ക് പൗരത്വമില്ല. അവരുടെ പേരിൽ കേസ് വരുന്നു. അവർക്ക് റേഷൻ കാർഡില്ല. അവർക്ക് ഒരു ആനുകൂല്യം കിട്ടുന്നില്ല. അവര് ഇങ്ങനെ നിറയിക്കുന്ന ആളുകൾ ഈ രാജ്യത്ത് വരികയും ചെയ്തു. അവരെ നമ്മൾ ഉൾക്കൊള്ളുന്നുമില്ല. നിങ്ങൾക്ക് എല്ലാ പരിഗണനയും തരുമെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചു കൊണ്ടുവന്നത്. കൊടുത്തില്ല. അങ്ങനെയുള്ള നിരപരാധികളും പാവങ്ങളും നിരാശ്രയരുമായിട്ടുള്ള എല്ലാം നഷ്ടപ്പെട്ട പാവങ്ങൾക്ക് അവർക്ക് അഭിമാനം നൽകാൻ, അവർക്ക് പൗരത്വം നൽകാൻ, അവരെ ഈ രാജ്യത്തോട് ചേർത്ത് പിടിക്കാൻ, അവരുടെ ഈ നാട്ടിലേക്ക് വന്നപ്പോ അവരെ ഉൾക്കൊള്ളാൻ ഭാരതം തീരുമാനിച്ചതിന്റെ പേരാണ് സിറ്റിസൺഷിപ്പ് അമെൻഡ്മെന്റ് ആക്ട്, ദേശീയ പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയുന്നത് ആ നിയമമാണ്. അങ്ങനെ ഒരു നിയമം വഴി ഈ രാജ്യത്തേക്ക് വന്ന ആളുകൾക്ക് പൗരത്വം കൊടുക്കുന്നത് തെറ്റാണോ? ഒരു ഭേദഗതിയാണ് അതിൽ വന്നിരിക്കുന്നത്. ഭേദഗതി എന്താണ്? 1955 ഇന്ത്യൻ പൗരത്വ നിയമപ്രകാരം ഇവിടെ വന്ന് 11 കൊല്ലം താമസിച്ചാൽ മാത്രമേ പൗരത്വം കൊടുക്കുകയുള്ളൂ. പക്ഷെ ഇതിലെ ഭേദഗതി എന്ന് പറയുന്നത് 11 കൊല്ലം എന്നുള്ളത് 5 കൊല്ലമാക്കി കുറച്ചു. കാരണം 11, 2011, 12, 13, 14 കൊല്ലങ്ങളിൽ ധാരാളം പേര് നമ്മുടെ രാജ്യത്ത് വന്നു. ലക്ഷക്കണക്കിന് ആളുകൾ വന്നിട്ടുണ്ട്. അങ്ങനെ വന്ന ആളുകൾക്കും ഇതിന്റെ ആനുകൂല്യം കിട്ടണം എന്നുള്ളതുകൊണ്ട് 11 വർഷം എന്നുള്ളത് 5 ആക്കി കുറച്ചു എന്നുള്ളത് മാത്രമാണ് ഈ നിയമത്തിൽ വരുത്തിയ ഏക ഭേദഗതി. ആ നിയമം ഇപ്പോഴുണ്ട്. 1955 ഇന്ത്യൻ പൗരത്വ നിയമം എടുത്തു കളഞ്ഞിട്ടുണ്ടോ? എടുത്തു കളഞ്ഞിട്ടില്ല. ആ നിയമം ഇപ്പോഴില്ലേ? ഉണ്ട്. ആ നിയമം അനുസരിച്ച് ഈ രാജ്യത്ത് വരുന്ന ഏത് മതക്കാർക്കും ഏത് രാജ്യക്കാർക്കും പൗരത്വത്തിന് അപേക്ഷിച്ചുകൂടെ? അപേക്ഷിക്കാം. അങ്ങനെ അപേക്ഷിച്ചാൽ ഗവൺമെന്റ് പൗരത്വം നൽകില്ലേ? നൽകും. അപ്പൊ അതുകൊണ്ട് ആ നിയമത്തിന് യാതൊരു പ്രശ്നവുമില്ല. ആ നിയമം എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയുന്നത് മതാധിഷ്ഠിത രാജ്യത്തിലെ തിയോക്രാറ്റിക് സ്റ്റേറ്റിലെ പ്രോസിക്യൂഷൻ നേരിടുന്ന, മതപീഡനം നേരിടുന്ന, പീഡനം നേരിടുന്ന, അതിലൂടെ അവിടെയുള്ള മൈനോറിറ്റി വിഭാഗത്തിൽപ്പെട്ട ന്യൂനപക്ഷ വിഭാഗത്തിൽ 2014 ഡിസംബർ മാസം 31 മുമ്പ് നമ്മുടെ രാജ്യത്ത് വന്ന് അഭയം തേടിയിരിക്കുന്ന ആളുകൾക്ക് പൗരത്വം നൽകാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ നിയമം. ഈ നിയമപ്രകാരം നമ്മുടെ രാജ്യത്ത് ഏതെങ്കിലും ഒരാളുടെ പൗരത്വം എടുത്തു കളയുമോ? ഇല്ല. ഏതെങ്കിലും ഒരു മതക്കാരന്റെ പൗരത്വം ഇല്ലാതാവുമോ? ഇല്ല. ഈ രാജ്യത്ത് 132 കോടി ജനങ്ങൾ ആരെങ്കിലും ബാധിക്കുന്നതാണോ നിയമം? അല്ലേ അല്ല. പിന്നെന്തിനാണ് ഈ നിയമത്തെ ഇത്ര ശക്തമായി കലാപം നടത്തിക്കൊണ്ട് ആളുകൾ എതിർക്കുന്നത്? അതാണ് മനസ്സിലാവാത്തത്. ഈ നിയമം റദ്ദാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ പോയി ചില ആളുകൾ. എന്താ കോടതി പറഞ്ഞത്? കോടതി ആദ്യം പറഞ്ഞത് കലാപം നിർത്തിയിട്ടും ബസ് കത്തിക്കുന്നത് നിർത്തിവെച്ചിട്ടും വരാൻ പറഞ്ഞു. പിറ്റേന്ന് ചെയ്യുന്നപ്പോ സുപ്രീം കോടതി പറഞ്ഞത് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടത് ഈ നിയമം യഥാർത്ഥത്തിൽ എന്താണ് എന്നതിനെ സംബന്ധിച്ച് രാജ്യവ്യാപകമായി നല്ല പ്രചരണം നടത്തണം എന്നാണ് പറഞ്ഞത്. അതായത് ഈ നിയമം വ്യാപകമായി തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു. ഈ നിയമത്തെ കുറിച്ച് നുണപ്രചരണങ്ങൾ നടക്കുന്നു. വ്യാപകമായി നടത്തുന്ന അത്തരം നുണപ്രചരണങ്ങൾക്കെതിരായിട്ട് വ്യാപകമായ ബോധവൽക്കരണം നടത്തണമെന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി ഇപ്പോൾ പ്രവർത്തനം നടത്തി വരുമ്പോൾ, പ്രചരണം നടത്തി വരുമ്പോഴാണ് ജനങ്ങൾക്ക് ഇവരെല്ലാവരും പറയുന്നത് നുണയാണെന്ന് മനസ്സിലാവുന്നത്. എല്ലാവരും ഒരേ കാര്യം പറയുകയാണ്. ഇവിടുത്തെ ഇടതന്മാരും വലതന്മാരും ഇവിടുത്തെ മതസംഘടനകളുമെല്ലാം അവരെല്ലാവരും പറയാണ് ഈ നിയമം മുസ്ലിങ്ങൾക്കെതിരാണ്. ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിങ്ങൾ ഇവിടുന്ന് നാട് കടത്തും, ഇവിടുന്ന് കയറ്റിവിടും, പാകിസ്ഥാനിലേക്ക് വിടും എന്നൊക്കെ പറയാണ്. ഈ നിയമത്തിൽ സിറ്റിസൺഷിപ്പ് അമെൻഡ്മെന്റ് ആക്ട് എന്ന് പറയുന്ന നിയമത്തിൽ 2015 ആദ്യമായി 16 അവതരിപ്പിച്ച് ലോക്സഭയിൽ അവതരിപ്പിച്ച നിയമത്തിൽ അന്ന് ലോക്സഭ ചർച്ച ചെയ്ത് പാസാക്കിയ നിയമമാണിത്. പിന്നീട് രാജ്യസഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. രാജ്യസഭ സെലക്ട് കമ്മിറ്റിക്ക് വിട്ട നിയമമാണിത്. ആ നിയമം പിന്നീട് വീണ്ടും ലോക്സഭയിൽ അവതരിപ്പിച്ചു. ലോക്സഭയിൽ അവതരിപ്പിച്ചിട്ട് 300-ലധികം വോട്ടിന് അത് ജയിച്ചു. കേവലം 82 വോട്ടുകളാണ് ഇതിന് അനുകൂലമായി വന്നത്. രാജ്യസഭയിലെത്തി. രാജ്യസഭയിൽ 105-നെതിരെ 125 വോട്ടിന് ഇത് പാസ്സായി വന്നു. രാഷ്ട്രപതി ഒപ്പിട്ടു. ഗവൺമെന്റ് വിജ്ഞാപനം ഇറക്കി. ഇത്രയും കാര്യങ്ങൾ നടക്കുന്നവരെ ഇവിടെ യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഒരു ചർച്ച പോലും കാര്യമായി പുറത്തു നടന്നിട്ടില്ല. പെട്ടെന്ന് എവിടുന്നോ ഒരു സമരം വരികയാണ്. ഈ സമരം എവിടെ നിന്നാണ് വന്നത്? ആരാണ് ഇതിന് ഉത്തരവാദി? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹിന്ദുവിന്റെ കവർ കുടിക്കണം എന്ന് പറയുന്ന പോലുള്ള മുദ്രാവാക്യം, ഭാരതത്തെ തകർക്കണമെന്ന മുദ്രാവാക്യം,
തുക്കട തുക്കട എന്ന് പറഞ്ഞിട്ട് കഷണം കഷണമായി ഈ രാജ്യത്തെ ചിന്ന ഭിന്നമാക്കണം എന്ന മുദ്രാവാക്യം, ആ മുദ്രാവാക്യമെല്ലാം ഉയർത്തിക്കൊണ്ട് ആരാണ് ഇതിന്റെ പിറകിൽ പ്രവർത്തിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോൾ വ്യക്തമായ വിവരങ്ങൾ വന്നിരിക്കുകയാണ്. 3-4 ദിവസം മുമ്പ് നമ്മുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതിന് പിറകിലുള്ളത് ആരൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച് അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുണ്ട്. 120 കോടി രൂപയാണ് ഒരു കലാപം ഈ നിയമത്തിന്റെ പേരിൽ നടത്താൻ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടനയ്ക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നത്. 70 അക്കൗണ്ടുകളിലായിട്ടാണ് വന്നത്. കേരളത്തിലും അക്കൗണ്ട് ഉണ്ട്, ഇവിടെയും വന്നിട്ടുണ്ട്, ഡൽഹിയിൽ വന്നിട്ടുണ്ട്. 70 അക്കൗണ്ടുകളിലൂടെ ഓരോ വ്യക്തി 49,500 രൂപ മാത്രം നിക്ഷേപിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ ഒരേ സമയം നിക്ഷേപിക്കുകയാണ്. അങ്ങനെ നിക്ഷേപിച്ചവർ ഒരേ സമയം പിൻവലിക്കുകയാണ്. പിൻവലിച്ച് രാജ്യവ്യാപകമായി കലാപത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്ന് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും വിവരം കിട്ടിയിരിക്കുകയാണ്. അവർ അന്വേഷണത്തിലാണ്. നേതാക്കളെ വിളിച്ച് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാര്യം വളരെ വ്യക്തമാണ്. രാജ്യത്തെ തകർക്കാൻ, നമ്മുടെ ശത്രു രാജ്യത്തിന്റെ കയ്യാളായി നിന്നുകൊണ്ട് രാജ്യത്തെ ശിഥിലീകരിക്കാൻ വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനകൾ, ജിഹാദി ഭീകര സംഘടനകൾ, അവരെ അവസരമാക്കി ഇതിനുപയോഗിക്കുകയായിരുന്നു. കാരണം അവർ ഈ രാജ്യത്തെ ഒരുമിച്ച് നിൽക്കുന്നത് അവരിഷ്ടപ്പെടുന്നില്ല. അവർക്ക് ഇതിനെ തകർക്കണം. ആ തകർക്കാൻ വേണ്ടി വിദ്യാർത്ഥികളെയും സാധാരണക്കാരെയും കരുവാക്കിക്കൊണ്ട് വിദേശത്ത് നിന്ന് കിട്ടിയ കോടിക്കണക്കിന് രൂപ ഉപയോഗിച്ചുകൊണ്ട് കൊട്ടേഷൻ എടുത്തുകൊണ്ട് ഈ രാജ്യത്തെ തകർക്കാൻ വേണ്ടി പരിശ്രമിക്കുകയായിരുന്നു. സത്യത്തിൽ അവരെ പിന്തുണക്കുന്നവരാണ്. സ്വാതന്ത്ര്യ സമരകാലത്ത് വിഭജനവാദം ഉന്നയിച്ച ആളുകൾ അവരെ പിന്തുണക്കുന്നതിന്റെ അതേ തുടരുന്ന സംഘടനകളാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് വ്യക്തമാണ്. ദേശീയ പ്രസ്ഥാനത്തെയും ദേശീയ ധാരയെയും പിന്തുണക്കുന്ന ആളുകൾ അവരെതിർക്കാനാണ് പരിശ്രമിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. അതിലെന്താണ്? ഈ രാജ്യത്ത് എല്ലാവർക്കും ബാധകമായ ഒരു നിയമമായിരിക്കണം. അത് നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്നുണ്ട്. അതിനെയാണ് ഏക സിവിൽ കോഡ് എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഒരു നിയമമായിരിക്കണം എന്നുള്ളത് ദൗർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്ത് ഒരു നിയമമല്ല. ഇവിടെ ഹിന്ദുവിന് ഒരു നിയമമാണ്, ക്രിസ്ത്യാനിക്ക് ഒരു നിയമമാണ്, മുസ്ലിങ്ങൾക്ക് ഒരു നിയമമാണ്, വേറെ നിയമമാണ്. നമ്മുടെ രാജ്യത്ത് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരേ പരിഗണനയായിരുന്നു? അല്ല. നമ്മുടെ ഭരണഘടനയിൽ ചേർത്ത് വെച്ചിരിക്കുകയാണ് 370 വകുപ്പ്. ആ 370 വകുപ്പിന്റെ തലക്കെട്ട് എന്താണ്? പരിവർത്തന വിധേയവും താൽക്കാലികവുമായ പ്രത്യേക നിയമം എന്നാണ്. മാറ്റാമെന്നാണ്, മാറ്റേണ്ട നിയമമാണെന്നാണ്. മാറ്റിയില്ല. കാശ്മീരിന് പ്രത്യേകമായ അധികാരം കൊടുത്തു. ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് എന്താണ് സംഭവിച്ചത്? അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ, കാശ്മീരിലെ ന്യൂനപക്ഷങ്ങൾ, കാശ്മീർ വാലിയിലെ ഹിന്ദുക്കൾ അവിടെ നിന്ന് അവരെ ആട്ടിയോടിച്ചു. 5 ലക്ഷം ആളുകൾ ആട്ടിയോടിച്ചു. അവർ അഭയാർത്ഥികളായി കഴിയാണ്. അവരുടെ പൗരന്മാരായിരുന്നില്ലേ? ആയിരുന്നു. അവർക്ക് പൗരത്വ രേഖയില്ലേ? ഉണ്ട്. അവർക്ക് റേഷൻ കാർഡില്ലേ? അവർക്ക് ആധാറില്ലേ? അവർക്ക് ഐഡന്റിറ്റി കാർഡില്ലേ? അവർക്ക് എല്ലാ രേഖകളും ഇല്ലേ? ഉണ്ട്. പക്ഷെ അവർ ജന്മനാട്ടിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട് ഡൽഹിയിലും മറ്റു സ്ഥലങ്ങളിലുമായിട്ട് അവർ അഭയാർത്ഥികളായി 1990 ജനുവരി മാസം 18, 19, 20 തീയതികളിൽ 3 ദിവസം കൊണ്ട് 5 ലക്ഷം ആളുകളെ അവരുടെ വീട്ടിൽ നിന്ന്, അവരുടെ ആപ്പിൾ തോട്ടങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട്, അവരുടെ വീട് ഉപേക്ഷിച്ചുകൊണ്ട്, അവരുടെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട്, അവിടുത്തെ ഹിന്ദുവായി പിറന്നു എന്നുള്ളത് കൊണ്ട് മാത്രം കാശ്മീരി പണ്ഡിറ്റുകളായ ആളുകൾ പൂജ ചെയ്യുന്ന, കയ്യിൽ മണിയും പൂജാ പുഷ്പങ്ങളും മാത്രമുള്ള, മന്ത്രജപം മാത്രം ചുണ്ടിലുള്ള പഞ്ചപാവങ്ങളായ, പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന പാവങ്ങളായിട്ടുള്ള കാശ്മീരി പണ്ഡിറ്റുകൾ ഹിന്ദുക്കളാണ് എന്നുള്ളത് കൊണ്ട് മാത്രം ഈ മതേതര രാജ്യത്ത് ആട്ടിയോടിക്കപ്പെടുമ്പോൾ, അവരുടെ സഹോദരിമാർ ബലാത്സംഗം ചെയ്യപ്പെടുമ്പോൾ, അവരുടെ സ്വത്തുകൾ പിടിച്ചെടുക്കപ്പെടുമ്പോൾ, അവരെ ഡൽഹിയിലേക്കും രജൌറിയിലേക്കും ജമ്മുവിലേക്കും സിംലയിലേക്കുമെല്ലാം അഭയാർത്ഥികളായി ആട്ടിയോടിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ മതേതരക്കാർ, നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ, നമ്മുടെ നാട്ടിലെ ചർച്ചാ വിശാരദന്മാർ അവരാരും ഒരക്ഷരവും മിണ്ടിയില്ല. നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ അതിനെ കുറിച്ച് മിണ്ടിയില്ല. അവരെ തടയാനും പോയിട്ടില്ല, അവരെ രക്ഷിക്കാനും പോയിട്ടില്ല. അങ്ങനെ ആട്ടി ഓടിക്കപ്പെടുമ്പോൾ തങ്ങളുടെ സഹോദരങ്ങൾ ഇതാ പോവുകയാണ്, നിങ്ങൾ പോകരുത്, നിങ്ങൾ ഇവിടെ നിൽക്കണമെന്ന് പറയാൻ ഒരു മുസ്ലിമും രംഗത്ത് വന്നില്ല. അവരെല്ലാം ഒരുമിച്ചാണ് 5 ലക്ഷം ആളുകൾ ആട്ടി ഓടിച്ചത്. 40,000 ആളുകളെയാണ് കൊന്നൊടുക്കിയത്. 100 കണക്കിന് ക്ഷേത്രങ്ങളാണ് ചേർത്തത്. ഇത് നമ്മുടെ രാജ്യത്ത് നടന്നാണ്. സ്വതന്ത്ര ഭാരതത്തിലെ ഏറ്റവും വലിയ അഭയാർത്ഥി പറയാനും അവിടെ ഉണ്ടായി. നമ്മുടെ നാട്ടിലെ മതേതരക്കാർക്ക് ഒറ്റ കണ്ണ് മാത്രമേ ഉള്ളൂ. അവർ ഒരു കണ്ണുകൊണ്ട് മാത്രമേ കാണുന്നുള്ളൂ. അവർക്ക് ഒറ്റ ചെവി മാത്രമേ ഉള്ളൂ. അവർ ഒരു ചെവി കൊണ്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ. ഹിന്ദുവിന്റെ കരച്ചിൽ അവർ കേൾക്കുന്നില്ല. ഹിന്ദുവിന്റെ പരിദേവനങ്ങൾ അവർ കേൾക്കുന്നില്ല. ആ ഹിന്ദുവിന്റെ അഭയാർത്ഥികളുടെ ദീനവിലാപങ്ങൾ കേൾക്കാൻ അവർക്ക് മനസ്സില്ല. ഡൽഹിയിലാണ് അവരുള്ളത്. കഴിഞ്ഞ ദീപാവലി ദിവസം
അവരുടെ ഒരു കോളനിയിൽ പോകാനുള്ള ഒരു അവസരം ഉണ്ടായപ്പോ അതിൽ ചില ആളുകൾ, വളരെ സമ്പന്നരായിരുന്ന ആളുകളുണ്ട്, ഒരു കോളേജ് പ്രൊഫസർ ഉണ്ട്, 30 ഏക്കർ അപ്പുറത്തോട്ടം ഉണ്ടായിരുന്ന മനുഷ്യൻ, അദ്ദേഹം അഭയാർത്ഥിയായിട്ട് ഇപ്പോഴോ ഡൽഹിയിൽ വന്നിട്ട് പ്ലാസ്റ്റിക് ഷീറ്റിനുള്ളിൽ കിടക്കുകയാണ്, വിറച്ച് കിടക്കുകയാണ്. അങ്ങനെയുള്ള ആളുകൾ മതേതരത്വത്തിന്റെ ബലിവേദികയിൽ എല്ലാ സ്വാതന്ത്ര്യവും ആഹുതി ചെയ്യപ്പെട്ട ഈ പാവങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല എന്ന് നമ്മൾ ഓർക്കുക. അപ്പോഴാണ് ഇവർ ആർക്ക് വേണ്ടി സംസാരിക്കുന്നത്? പാകിസ്ഥാനികൾക്ക് വേണ്ടി സംസാരിക്കുന്നത്, നമ്മുടെ നാട്ടിലേക്ക് വന്ന ബംഗ്ലാദേശികൾക്ക് വേണ്ടി സംസാരിക്കുന്നത്. അവർ വ്യക്തമാക്കേണ്ടത്, ഈ നിയമത്തെ എതിർക്കുന്ന ആളുകൾ വ്യക്തമാക്കേണ്ട ഒരു കാര്യമുണ്ട്. അവർ പറയേണ്ട ഒരു കാര്യം, നിങ്ങൾ അഭയാർത്ഥികളായി വന്ന ഈ നാട്ടിൽ നരകിച്ച് ജീവിക്കുന്ന, അവിടെ നാട്ടിയോടിക്കപ്പെട്ട് ഇവിടെ വന്ന 2014 ഡിസംബർ 31 മുമ്പ് ഇവിടെ കുടിയേറിയ അഭയാർത്ഥികളായി വന്ന ആളുകൾക്ക് പൗരത്വം കൊടുക്കരുത് എന്നാണോ നിങ്ങൾ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ അത് പറയണം. നിയമം റദ്ദാക്കണം എന്ന് പറഞ്ഞാൽ എന്നിട്ട് എന്ത് വേണം? ഇവരെ തിരിച്ച് പാകിസ്ഥാനിലേക്കും ബംഗ്ലാദേശിലും അയക്കണം. തിരിച്ച് പാകിസ്ഥാനിലേക്ക് അയച്ചാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അന്നവർക്ക് ജീവൻ കിട്ടി ഇങ്ങോട്ട് വരാൻ. തിരിച്ചു എന്നാൽ അവരെ കൊല്ലും ജിഹാദികൾ. അവരെ ഈ 10,000-കണക്കിന് ആളുകളെ കൊലക്ക് കൊടുക്കണോ ഈ ഗവൺമെന്റ്? അവർ ഹിന്ദുക്കളായതുകൊണ്ട് മാത്രം അവരെ തിരിച്ചങ്ങോട്ട് വിട്ടു കഴിഞ്ഞാൽ അവിടെ ജിഹാദികൾ ഇവരെ കൊന്നുകളയും. ഒരു ഗവൺമെന്റ് അങ്ങനെ ചെയ്യാൻ സാധിക്കുമോ? അവരെങ്ങോട്ടാണ് ഓടി വരേണ്ടത്? പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഉൾപ്പെട്ട ആളുകൾ, ഈ ലോകത്ത് 80 ക്രിസ്ത്യൻ രാജ്യങ്ങളുണ്ട്, 56 മുസ്ലിം രാജ്യങ്ങളുണ്ട്. ഹിന്ദുക്കൾക്ക് എത്ര രാജ്യമുണ്ട്? ഒരു നേപ്പാൾ പണ്ടുണ്ടായിരുന്നു, അതവിടെ മാവോയിസ്റ്റുകൾ വന്നിട്ട് അതും എടുത്തു കളഞ്ഞു. ലോകത്ത് ഹിന്ദുക്കൾക്കായിട്ട് ഒരു രാജ്യമില്ല. പക്ഷേ ലോകത്തെവിടെയും ഹിന്ദുക്കൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ അവർക്ക് പ്രത്യാശയുള്ള ഒരു രാജ്യമുണ്ട്, ഓടിപ്പോയാൽ രക്ഷിക്കുമെന്ന വിശ്വാസമുള്ള ഒരു രാജ്യമുണ്ട്. അത് ഈ രാജ്യമാണ്. അവരുടെ മാതൃഭൂമിയാണിത്. 47 അവസ്ഥ വൈദ്യർ അവർ ഈ രാജ്യത്തിന്റെ ഭാഗമായിരുന്നു. അതുകൊണ്ട് അവർ ഓടി ഇങ്ങോട്ട് വന്നു. അവരെ വീണ്ടും വാർത്തലയ്ക്കൽ എറിഞ്ഞു കൊടുക്കണം എന്നാണ് ഇവർ പറയുന്നത്. അതിനുവേണ്ടിയാണ് സമരം, അതിനുവേണ്ടിയാണ് ട്രെയിൻ തടയുന്നത്, അതിനുവേണ്ടിയാണ് ബസ് കത്തിക്കുന്നത്, അതിനുവേണ്ടിയാണ് ഈ കലാപമെല്ലാം ഉണ്ടാക്കുന്നത്. ഈ പാവപ്പെട്ട ആളുകളെയും കൂടി കുരുതി കൊടുക്കാൻ, അവരെയും കൂടി കൊലക്കത്തിക്ക് വിട്ടുകൊടുക്കാൻ വേണ്ടിയാണ് ആവശ്യപ്പെടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത് അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ രാജ്യത്തേക്ക് മുസ്ലിങ്ങൾ വന്നിട്ടുണ്ട് പോലും ഈ രാജ്യങ്ങളിൽ നിന്ന്. അവരെന്തിനാണ് വന്നത്? അവർക്ക് മതപരമായ പീഡനമുണ്ടോ? മുസ്ലിം രാജ്യത്ത് മുസ്ലിങ്ങളെ മതപരമായി പീഡിപ്പിക്കുമോ? ഇല്ലല്ലോ. അവരെന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? വന്നിട്ടുണ്ടോ? എവിടെയാണുള്ളത്? ഈ രാജ്യത്തിന്റെ അതിർത്തി കടന്ന് അനധികൃതമായി വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ടെങ്കിൽ അവരെവിടെയുണ്ട്? ആർക്കാണ് അവരെവിടെയുള്ളതെന്നറിയാം. അറിഞ്ഞ ആളുകൾ എന്തുകൊണ്ട് ഗവൺമെന്റിനോട് പറഞ്ഞില്ല? എന്തുകൊണ്ട് പോലീസിനോട് പറഞ്ഞില്ല? അവരെവിടെയാണ് ഒളിച്ച് താമസിക്കുന്നത്? ഈ രാജ്യത്തിനുള്ളിൽ വന്ന് ഈ രാജ്യത്തെ പൗരന്മാരല്ലാത്ത ആളുകൾ അനധികൃതമായി വന്നിട്ടുണ്ടെങ്കിൽ, ആ വന്ന ആളുകളെ കുറിച്ചുള്ള വിവരമുണ്ടെങ്കിൽ, അവർ ആരാധനാലയത്തിൽ വരുന്നുണ്ടെങ്കിൽ, അവർ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അവരെ കുറിച്ച് വിവരം കൊടുക്കണം. അവരെവിടെയെങ്കിലും അനധികൃതമായി താമസിക്കുന്നുണ്ടെങ്കിൽ അവരെ കുറിച്ചുള്ള വിവരം കൊടുക്കണം. അങ്ങനെ കൊടുക്കുന്നതിന് പകരം അവരെയെല്ലാം ഇവിടുത്തെ പൗരന്മാരാക്കണം എന്ന് പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം പെരുമ്പാവൂരിൽ ഒരു പരിപാടിക്ക് പോയപ്പോൾ അവിടുത്തെ ആളുകൾ 100 കണക്കിന് സംഭവങ്ങളാണ് പറഞ്ഞത്. സ്ത്രീകൾ ഒരുമിച്ചിറങ്ങിയിട്ടാണ് പറഞ്ഞത്, ഈ ബയ്യമാരെ കൊണ്ടൊരു രക്ഷയില്ല, ഇവരെ ഇവിടുന്ന് പുറത്താക്കണമെന്ന്. അവിടെ നിയമ വിദ്യാർത്ഥിനിയായിരുന്നു ജിഷ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി. ആ പെൺകുട്ടി വീട്ടിനകത്ത് വെച്ചാണ് ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊലയപ്പെട്ടത്. പ്രതി എവിടെ പോയി? നേരെ ആസാമിൽ പോയി. ബംഗ്ലാദേശിയാണ്, അവിടെ നിന്നാണ് പിടിച്ചുകൊണ്ടുവരുന്നത്. കഴിഞ്ഞ ദിവസം അവിടെ നിരവധി സംഭവങ്ങൾ ഉണ്ടായി. 100 കണക്കിന് പെൺകുട്ടികൾ അവിടെ ആക്രമിക്കപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായി, കൊള്ളകൾ ഉണ്ടായി, പിടിച്ചുപറിയുണ്ടായി. അവിടെ മാത്രമല്ല പല സ്ഥലത്തും ഉണ്ടായി. കണ്ണൂരിൽ കഴിഞ്ഞ വർഷം ഒരു സംഭവം ഉണ്ടായി. അവിടുത്തെ മാതൃഭൂമിയുടെ ന്യൂസ് എഡിറ്ററായിട്ടുള്ള അജേഷ് ചന്ദ്രൻ എന്ന് പറഞ്ഞ അയാളുടെ വീട് ആക്രമിച്ചു. 60 പവനാണ് കവർന്നത്. ഭാര്യയും ഭർത്താവിനെ ആക്രമിച്ചു. പിടികൂടിയ ആളെ കൽക്കട്ടയിൽ നിന്നാണ് പിടികൂടിയത്. അയാൾ ബംഗ്ലാദേശിയാണ്. അയാൾക്കൊരു ഗ്യാങ് ഉണ്ട്, ബംഗ്ലാ ഗ്യാങ് എന്നാണ് പറയുന്നത്. അയാൾ കുറെ ആളുകളെ പിടിച്ചു. അവരെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ കൊണ്ട് അടച്ചു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ചിട്ട് അയാൾ ബാക്കി തടവുകാരെ മുറിവേൽപ്പിച്ചു, പരിക്കേൽപ്പിച്ചു. എന്നിട്ട് ജയിൽ മാറ്റാൻ വേണ്ടി കൊണ്ടുപോയാണ്. അങ്ങനെ ജയിൽ മാറ്റാൻ വേണ്ടി ട്രെയിനിൽ കൊണ്ടുപോകുമ്പോൾ ട്രെയിനിൽ വെച്ച് പോലീസുകാർ ആക്രമിച്ചു. എന്നിട്ട് വിലങ്ങുമായിട്ട് ഓടി രക്ഷപ്പെട്ടിരിക്കുകയാണ്. എത്ര ക്രൂരന്മാരാണ് ഈ ക്രൂരന്മാരായ ആളുകൾ! ക്രൂരത കാണിക്കുന്ന ആളുകൾ ഇവര് പൗരന്മാരായിട്ടില്ല. എന്നിട്ടാണ് അവർ ഈ രാജ്യത്തെ സംവിധാനത്തോട്, പോലീസിനോട്, ജയിലിൽ ഇവിടുത്തെ പൗരന്മാരോട്, പത്രക്കാരോട്, സാമാന്യ ജനങ്ങളോട്, പാവപ്പെട്ട വിദ്യാർത്ഥിനികളോടെല്ലാം ഈ ക്രൂരത കാണിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഉള്ള ആളുകൾ അവർക്ക് പൗരത്വം കൊടുക്കണം എന്നാണ് പറയുന്നത്. ആരാണ് യഥാർത്ഥത്തിൽ ഇവര് ശരിക്കും ബംഗ്ലാദേശികളാണ്.
അവർ പിന്നീട് എന്ത് ചെയ്തു? അവര് നേരെ മ്യാൻമർ എന്ന് പറയുന്ന രാജ്യത്തേക്ക് പോയി, പഴയ ബർമ്മ. ആ ബർമ്മയിൽ പോയിട്ട് മെല്ലെ മെല്ലെ കയറി അവരുടെ 3-4 ജില്ല അവരുടേതാക്കി. അവരുടെ അക്രമവും കൊലയും എല്ലാം തുടങ്ങി. അവരുടെ യഥാർത്ഥ ജിഹാദി പ്രകടിപ്പിക്കാൻ തുടങ്ങി. അവരുടെ ബുദ്ധമതക്കാരാണ്, ബുദ്ധമതക്കാർ പാവങ്ങാരാണ്. സംഘം ശരണം ഗച്ഛാമി എന്ന് പറയുന്ന പാവങ്ങളോം ശാന്തി പറയുന്ന ആളുകൾ. പക്ഷേ ഒരു നിവൃത്തിയില്ലാത്തപ്പോ അവിടെ ലാമമാരും സന്യാസിമാരും ഒക്കെ ഇറങ്ങിയിട്ട് അവർക്ക് കയ്യിൽ കിട്ടിയ ആയുധങ്ങളുമായിട്ട് ഇവരോട് ഈ രാജ്യത്ത് നിന്ന് പുറത്തു പോകണം, ഈ രാജ്യം പിടിച്ചെടുക്കാൻ നിങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അവിടുന്ന് അവരെ പുറത്താക്കിയിട്ട് അവരെവിടെ വന്നു? അവർ ബംഗ്ലാദേശിൽ വന്നു. ബംഗ്ലാദേശ് പറഞ്ഞു നിങ്ങൾ നമ്മളെ കയറ്റില്ല എന്ന്, നിങ്ങൾ ഈ രാജ്യത്ത് കയറ്റില്ല എന്ന് മാത്രമല്ല അവർക്ക് പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കാനും പാടില്ല എന്ന് ബംഗ്ലാദേശ് നിയമം ഉണ്ടാക്കി. അവര് വേറെ ഇസ്ലാമിക രാജ്യങ്ങളിൽ പോയി സൗദിയോട് ചോദിച്ച് കയറ്റുവന്നു, മറ്റു വിദേശ രാജ്യങ്ങളോട് ചോദിച്ച് കയറ്റുവന്നു. ആരും കയറ്റില്ല എന്ന് പറഞ്ഞു. അവര് നേരെ ഇന്ത്യയിലേക്ക് വന്നു, അവര് കേരളത്തിൽ വന്നു. അവർ ഈ രാജ്യത്ത് തമ്പടിച്ചിരിക്കുകയാണ്. ആ ആളുകൾ ഒരു രാജ്യത്തിനും വേണ്ടാത്ത ആളുകൾ അവര് നമ്മുടെ രാജ്യത്ത് വന്നിട്ട് നമ്മുടെ ഭൂമി, നമ്മുടെ ആകാശം, നമ്മുടെ വെള്ളം, നമ്മുടെ സ്വൈര്യം, നമ്മുടെ സ്വസ്ഥത ഇതെല്ലാം തകർക്കാൻ ഈ രാജ്യത്ത് വന്നിട്ട് അങ്ങനെ അനധികൃതമായി കയ്യേറി വന്ന, നിയമവിരുദ്ധമായി കടന്നു വന്ന ആളുകളെ ഈ നിയമത്തിൽ ഉൾപ്പെടുത്തി അവർക്ക് പൗരത്വം കൊടുക്കണം എന്ന് പറഞ്ഞാണ് സമരമെങ്കിൽ ആ സമരത്തെ അംഗീകരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഇത് ഈ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒന്നാണ്. ഒരു രാജ്യത്തിനും ഇത് അംഗീകരിക്കാൻ സാധ്യമല്ല. എല്ലാ രാജ്യത്തിനും ഒരു പൗരത്വ നിയമമുണ്ട്. ആ പൗരത്വ നിയമവും പൗരത്വ രജിസ്റ്ററും ഉണ്ട്. ബംഗ്ലാദേശിൽ പൗരത്വ രജിസ്റ്റർ ഉണ്ട്, അഫ്ഗാനിസ്ഥാനിൽ പൗരത്വ രജിസ്റ്റർ ഉണ്ട്, പൗരത്വ കാർഡുണ്ട്, പാകിസ്ഥാനുണ്ട്. നമ്മുടെ രാജ്യത്തെ പറ്റില്ല എന്നാ പറയുന്നത്. നമ്മുടെ രാജ്യത്ത് ഇതൊന്നും പാടില്ല. ഇവിടെ കണക്കെടുക്കാൻ പാടില്ല, പോളിയോ കൊടുക്കാൻ പാടില്ല, ഇവിടെ ഒരു രേഖയും പാടില്ല, എല്ലാവർക്കും തോന്നിയ പോലെ പ്രവർത്തിക്കണം എന്നാണ് വാദം. അങ്ങനെ ഒരു രാജ്യത്തിന് പറ്റുമോ? അങ്ങനെ ഒരു രാജ്യത്തിന് പറ്റില്ല. എന്തുകൊണ്ടാണ് ഈ പ്രശ്നമുള്ളത്? 1951 ആദ്യമായിട്ട് ഒരു പൗരത്വ രജിസ്റ്റർ ഇവിടെ ഉണ്ടായത്. ഈ രാജ്യത്ത് ആരൊക്കെയുള്ളത്? ആരൊക്കെ ഈ രാജ്യക്കാര്? പുറത്തുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന നിലയിൽ നമ്മൾ നോക്കണ്ടേ? നമ്മളെ വീട്ടില് വേറൊരാൾ വന്ന് താമസിക്കുമ്പോൾ നമ്മൾ സമ്മതിക്കോ? നമ്മൾ സമ്മതിക്കില്ലല്ലോ. അതേപോലെ നമ്മുടെ രാജ്യത്ത് അനധികൃതമായി വന്ന ആളുകളെ കണ്ടെത്തി പുറത്താക്കാൻ വേണ്ടി ഈ ഗവൺമെന്റ് നടപടികൾ സ്വീകരിക്കുകയാണ്. അപ്പോഴാണ് കലാപം ഉണ്ടാക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് കലാപത്തിന്റെ ഉദ്ദേശം എന്ന് നോക്കുന്ന സമയത്ത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നമ്മുടെ രാജ്യത്ത് ഈ രാജ്യത്തിന്റെ ദേശീയതയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിരവധി നടപടികൾ എടുത്തു വരികയാണ്. അത്തരം നടപടികളിൽ ഒന്നാണ് ഈ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ട മുസ്ലിം സ്ത്രീകൾക്ക് അവരുടെ ഒരു മനുഷ്യാവകാശം നിഷേധിക്കപ്പെട്ടിരുന്നു. മുത്തലാഖ് എന്ന് പറയുന്ന ഒരു നീതി നിഷേധം അവർക്ക് എതിരായിട്ടുണ്ടായിരുന്നു. സുപ്രീം കോടതി അവർക്ക് നീതി കൊടുത്തു, അവർക്ക് വേണ്ടി ഒരു നിയമം ഉണ്ടായി. അങ്ങനെ നീതി നിഷേധിക്കപ്പെടുന്ന പാവപ്പെട്ട മുസ്ലിം സ്ത്രീകൾക്ക് സംരക്ഷണം ഉറപ്പുവരുത്തി. കാശ്മീർ ഉണ്ടായിരുന്നു, നമ്മുടെ രാജ്യത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറി നിൽക്കുന്ന കാശ്മീർ. ആ കാശ്മീരിന്റെ 370 വകുപ്പ് കാശ്മീരിനെ നമ്മുടെ നാടുമായി യോജിപ്പിക്കുന്നതിന് തടസ്സമായിരുന്നു. രാജ്യത്തെ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അവിടെ പോയി ഭൂമി എടുക്കാൻ പറ്റില്ല, അവിടെ പോയി പഠിക്കാൻ പറ്റില്ല, അവിടെ പോയി വ്യവസായം തുടങ്ങാൻ പറ്റില്ല, അവിടെ പോയി കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ പൗരത്വം ഇല്ലാതാവുന്ന സാഹചര്യം ഉണ്ടാവും. പാകിസ്ഥാനികളാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ അവർക്കെല്ലാം ആനുകൂല്യങ്ങൾ ഉണ്ട് താനും. അങ്ങനെയൊക്കെയുള്ള സാഹചര്യം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കാശ്മീരിന്റെ പ്രത്യേക നിയമം എടുത്തു കളഞ്ഞു. ഒപ്പം തന്നെ കാശ്മീരിൽ ഇപ്പൊ ഒരു പ്രക്രിയയും കൂടി നടക്കുന്നുണ്ട്. എന്താണ് ആ പ്രക്രിയ? 30 കൊല്ലം മുമ്പ് അവിടെ നിന്ന് അഭയാർത്ഥികളായി പോയ ആളുകളെ അവരെ മെല്ലെ മെല്ലെ കാശ്മീർ തടവരയിൽ കൊണ്ടുപോയി പുനരധിവസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ വെച്ച് 300 ആളുകൾ പോയി, അവരവിടെ താമസിപ്പിക്കാൻ തുടങ്ങി. അത് ഭീകരന്മാർ കൈയടക്കിയ ഭൂമി അവർക്ക് തിരിച്ചു കൊടുക്കാൻ പട്ടാളം ആവശ്യപ്പെട്ടു, അവർക്ക് തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ പ്രക്രിയ അവരെ തുടരുകയാണ്. അങ്ങനെയുള്ള പ്രക്രിയയൊക്കെ അവിടെ തുടരുകയാണ്. ആട്ടിയോടിക്കപ്പെട്ടവരെ തിരിച്ചുകൊണ്ടുവരികയാണ്. അയോധ്യയിലെ വിധിയുണ്ടായി. 1526 ഹിന്ദുക്കൾ എന്ന് പിടിച്ചെടുത്ത ബാബർ തകർത്ത, എന്നിട്ട് അതിനുശേഷം ഒരു കെട്ടിടം പണിത, അത് സുപ്രീം കോടതി യഥാർത്ഥ അവകാശികൾക്ക് വിട്ടുകൊടുത്തു. അങ്ങനെ രാമക്ഷേത്രം ഹിന്ദുക്കൾക്ക് 495 കൊല്ലത്തിന് ശേഷം ഹിന്ദുക്കൾക്ക് കിട്ടിയ ഒരു സാഹചര്യം ഉണ്ടായി. ഇങ്ങനെ നിരവധി സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് യഥാർത്ഥത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് രാജ്യത്ത് ഒരു പൗരത്വ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പൗരത്വ രജിസ്റ്റർ ഉണ്ടാകണമെന്ന്. വ്യവസ്ഥകളും കാര്യങ്ങളൊന്നും നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ എന്നാലും ഈ രാജ്യത്തെ യഥാർത്ഥ പൗരന്മാർ ആരാണെന്ന് കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ടാകുമെന്ന് തീരുമാനിക്കപ്പെടുകയാണ്. രാജ്യത്ത് എല്ലാവർക്കും ബാധകമായ ഒരു പൊതുനയം ഉണ്ടാകണമെന്ന ചർച്ചയുണ്ടാവുകയാണ്. അത് തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു, ഇപ്പൊ ഭരിക്കുന്ന പാർട്ടിയുടെ ജനങ്ങൾ അംഗീകരിച്ചാണ്. ഇതെല്ലാം ചേർന്ന് ഒരു ഇന്ത്യ, ഒരൊറ്റ ജനത എന്ന ഉജ്ജ്വലമായ കാഴ്ചപ്പാടോടുകൂടി ഈ നാട് മുന്നോട്ട് പോകുമ്പോൾ
ഈ രാജ്യം കരുത്തുറ്റ ശക്തിയായി മാറുമ്പോൾ, ഈ രാജ്യം വലിയ സാമ്പത്തിക ശക്തിയായി മാറുമ്പോൾ, ഇവിടെ ഏറ്റവും പാവപ്പെട്ട ആളുകൾക്ക് അവർക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങളെല്ലാം ലഭ്യമാകുമ്പോൾ, ലോകത്തെല്ലാ രാജ്യങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് നമ്മളൊരു സാമ്പത്തിക ശക്തിയായി കുതിക്കുമ്പോൾ, ഈ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിരതയെ തകർക്കാൻ, സാമൂഹ്യ ഐക്യത്തെ തകർക്കാൻ അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കലാപങ്ങളും കാര്യങ്ങളുമെല്ലാം എന്ന് മനസ്സിലാക്കി നമ്മൾ സത്യത്തിന്റെയും നീതിയുടെയും പക്ഷത്ത് നിൽക്കാൻ തയ്യാറാകേണ്ടതുണ്ട്. ഇവിടെ ഹിന്ദു സംഘടനകൾക്ക് വേണ്ടി ഒരു കാര്യം വ്യക്തമാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 1921 ഖിലാഫത്തിന്റെ പേര് പറഞ്ഞ് ഈ രാജ്യവുമായി ബന്ധമില്ലാത്ത, യാതൊരു ബന്ധവുമില്ലാത്ത ആ തുർക്കിയുടെ പേരിൽ മലബാറിൽ കലാപം ഉണ്ടാക്കി ആയിരക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയ ഒരു ഭൂതകാല ചരിത്രമുണ്ട്. ആ ഭൂതകാല ചരിത്രത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ഇപ്പോൾ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ പൗരത്വ നിയമത്തെ എതിർത്തുകൊണ്ട് ആർക്കും ഇവിടെ പറയാം, എന്തും പറയാം, എന്തും വിളിച്ചു പറയാം. പ്രധാനമന്ത്രിയുടെ തണ്ടക്ക് വിളിക്കാം, ആഭ്യന്തരമന്ത്രിയെ അപമാനിക്കാം, ഈ രാജ്യത്തെ ഹിന്ദു സംഘടനകളെ എത്ര വൃത്തികെട്ട ഭാഷയിലും ആക്ഷേപിക്കാം. നമ്മളെല്ലാം അത് കയ്യും കെട്ടി നോക്കി നിന്നു, നമ്മൾ ആരും ഒന്നും പറഞ്ഞില്ല. പക്ഷെ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ നിയമം എന്താണ്? ഇവർ പറയുന്നതെല്ലാം പച്ച നുണയാണ്. കോൺഗ്രസും മാർക്സിസ്റ്റും മുസ്ലിം സംഘടനകളും എല്ലാം ഒരുമിച്ച് പറഞ്ഞാൽ അവരെല്ലാം ഒരുമിച്ച് ഇപ്പൊ പറയാണ്, ഇപ്പൊ പകലാവോ? രാത്രിയല്ലേ? ഒരുമിച്ച് എല്ലാവരും പറയുന്നു വെച്ചിട്ട് ഒരു നുണ എങ്ങനെയാണ് സത്യമാകുന്നത്? അങ്ങനെ ഒരു നുണ അവരെ പ്രചരിപ്പിക്കുമ്പോ അത് നുണയാണ്, ഇതാണ് സത്യം എന്ന് പറയാൻ നോക്കുമ്പോ ബഹിഷ്കരണമാണ്. കടയടച്ചു പോവുകയാണ്, വാഹനങ്ങൾ തടയുകയാണ്, പോലീസ് പെർമിഷൻ കൊടുക്കും. നോക്കണം, സുപ്രീം കോടതി പറഞ്ഞു ഈ നിയമത്തെ കുറിച്ച് പ്രചരിപ്പിക്കണമെന്ന്. അങ്ങനെ സുപ്രീം കോടതി പറഞ്ഞ കാര്യം പ്രചരിപ്പിക്കാൻ നോക്കുമ്പോ പോലീസ് ദേശീയവാദികൾക്ക് പെർമിഷൻ പോലും കൊടുക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ഭീകരവാദികളുടെ മുമ്പിൽ മുട്ട് അടിക്കുകയാണ്. അവിടെ മലപ്പുറം ജില്ലയിൽ ഒരു കോളനിയിൽ ഉള്ള 22 വീട്ടുകാർ ഈ ജാഥയിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞിട്ട് ആ കോളനിക്കാർക്ക് കുടിവെള്ളം കൊടുക്കുമായിരുന്ന ഒരു വീട്ടുകാരെ ഭീഷണിപ്പെടുത്തിയിട്ട് അവരെ കുടിവെള്ളം മുട്ടിച്ചു. 2 ദിവസം അവർക്ക് വെള്ളം കിട്ടിയില്ല. അവസാന സേവാഭാരതി പുറത്തുനിന്ന് കൊണ്ടുപോയിട്ടാണ് വെള്ളം കൊടുത്തിട്ടാണ് അവർക്ക് കുടിവെള്ളം കിട്ടിയത്. നിരവധി സംഭവങ്ങളുണ്ട്. അവിടെ പേരാമ്പ്രയിൽ ഒരു റാലിയിൽ പങ്കെടുത്ത ഒരാൾ, ഒരു മത്സ്യ കച്ചവടക്കാരൻ, അയാൾ ഒരു സൈക്കിളിൽ മത്സ്യം വിൽക്കുന്ന ആളാണ്. അയാളെ ബഹിഷ്കരിച്ചു. അയാളെ മത്സ്യം വാങ്ങാൻ പാടില്ല എന്ന് ഉത്തരവാണ്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് നിരവധി ആളുകളെ അവിടെ നിന്ന് ഈ പൗരത്വ നിയമത്തെ അനുകൂലിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടെന്ന് പറഞ്ഞിട്ട് ജോലിയിൽ നിന്ന് പുറത്താക്കുകയാണ്. അവർ തിരിച്ചു വരികയാണ്. നിരവധി കച്ചവട സ്ഥാപനങ്ങൾക്കെതിരെ ഉപരോധം വരികയാണ്. വെള്ള നിഷേധമാണ്, ഉപരോധം വരികയാണ്. ഇതിവിടെ ഈ ജനാധിപത്യ രാജ്യത്ത് ഒരു പൊതുയോഗം നടത്താനുള്ള സ്വാതന്ത്ര്യം പോലുമില്ല എന്ന് പറഞ്ഞ് ബഹിഷ്കരിക്കുകയാണ്, വെല്ലുവിളിക്കുകയാണ്, തടയാൻ ശ്രമിക്കുകയാണ്. ആലുവയിൽ ഒരു പ്രകടനം നടക്കുകയാണ് ദേശീയവാദികൾ. ആ പ്രകടനത്തെ തടയാൻ വേണ്ടി പോപ്പുലർ ഫ്രണ്ടുകാർ മുദ്രാവാക്യം വിളിച്ച് കലാപുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പോലീസ് നോക്കി നിൽക്കുകയാണ്. അത്യന്തം പ്രകോപനപരമായ ഇത്തരം സാഹചര്യം ഉണ്ടാകുമ്പോ 21 ഊരിയ കത്തി അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് ആ കത്തിയുമായി ഹിന്ദുവിന് നേരെ വരുന്ന ഭീതിതമായ സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അങ്ങനെയൊക്കെ ഇവർക്ക് ഈ അഹങ്കാരം, ധാർഷ്ട്യം എവിടെ നിന്നാണ് കിട്ടിയത്? ഇവിടെ ഈ പാർട്ടികളെല്ലാം കലവറയില്ലാത്ത, നിങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങൾ കൂടെയുണ്ട്, നിങ്ങളുടെ വോട്ട് മതി, ആ വോട്ട് ഞങ്ങൾക്ക് തരുമെങ്കിൽ നിങ്ങൾ ആരെ കൊന്നാലും, ആരെ അഭയാർത്ഥിയാക്കിയാലും, ആരെ ഓടിച്ചാലും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല എന്നവർ കൊടുക്കുന്ന ധൈര്യമാണ്, അവർ നൽകുന്ന പിന്തുണയാണ് ജിഹാദികൾക്ക്. ഈ ധാർഷ്ട്യം അവർക്ക് നൽകുന്നത് ഇത് അപകടകരമായ ഒരു കളിയാണ്. പാകിസ്ഥാനികൾക്ക് വേണ്ടിയാണ് ഈ കളി കളിക്കുന്നത്. ഇന്ത്യക്കാർക്ക് പ്രശ്നം, ഇന്ത്യക്കാർ അഭയാർത്ഥികളായാൽ ഇവരാരും മിണ്ടില്ല, അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരുമില്ല. പാകിസ്ഥാൻ എന്ന് വന്നിട്ട് ഇവിടുത്തെ സാധാരണക്കാരെ കൊന്നെടുക്കുന്ന, ഇവിടുത്തെ നിയമം കയ്യിലെടുക്കുന്ന അക്രമികൾക്ക് വേണ്ടിയാണ് ഇവർ വാദിക്കുന്നത്. ഈ രാജ്യത്തെ അഖണ്ഡത തകർക്കാൻ വരുന്നവർക്ക് വേണ്ടിയാണ് ഇവർ പിന്തുണ കൊടുക്കുന്നത്. അതുകൊണ്ട് മതേതരത്വത്തിന്റെ മേലങ്കി അണിഞ്ഞുകൊണ്ട് ഈ രാജ്യത്തിന്റെ സാമുദായിക സമ്പ്രാന്തം തകർക്കാൻ, സൗഹാർദ്ദം തകർക്കാൻ ശ്രമിക്കുന്ന ജിഹാദികൾക്ക് പിന്തുണയുമായി വരുന്ന ആളുകൾ ചരിത്രത്തിൽ നിന്ന് പാഠം പഠിക്കേണ്ടതുണ്ട്. ആ ചരിത്രപാഠം എന്ന് പറയുന്നത് ഇവിടത്തെ പാവപ്പെട്ട ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്ത 21 ജിഹാദി ചരിത്രമാണ്. അതിനു മുമ്പ് ടിപ്പുവിന്റെ പടയോട്ടം ഉണ്ടായിട്ടുണ്ട്. ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ തകർത്ത ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്ത ചരിത്രം. ഇതിനെയെല്ലാം സഹിച്ച, ഈ അപമാനമെല്ലാം സഹിച്ച, ഈ നിർദ്ദയ നടപടികൾക്കെല്ലാം ക്ഷമ കൊടുത്ത ഒരു സമാജത്തെ വീണ്ടും 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 ആക്രമിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ട ചുമതല ഇവിടത്തെ ഹിന്ദു സമാജത്തിനുണ്ട്. പഴയകാലമല്ല, അന്ന് ഹിന്ദുക്കൾ ആട്ടി ഓടിക്കപ്പെട്ടപ്പോൾ ഓടിയിട്ടുണ്ട്, രക്ഷപ്പെട്ടിട്ടുണ്ട്, പലായനം ചെയ്തിട്ടുണ്ട്, കൊല്ലപ്പെടുത്തിയപ്പോൾ, കൊലപ്പെടുത്താൻ തിരിഞ്ഞപ്പോൾ കഴുത്തു നീട്ടിക്കൊടുത്തിട്ടുണ്ട്. ഒരു കാര്യം ഈ ജിഹാദികളും അവരെ പിണക്കുന്നവരും ഓർക്കുന്നതാണ്, ഇത് 21 അല്ല,
ആ രീതിയിൽ ഏകീയമായ ഒരു ആക്രമണത്തിന് നിന്നുകൊടുക്കാൻ, കഴുത്തു നീട്ടി കൊടുക്കാൻ ഹിന്ദു സമാജം തയ്യാറല്ല. ഹിന്ദു സമാജത്തിലെ എല്ലാ ജാതി വിഭാഗങ്ങളും ഒരുമിച്ച് ചേർന്നുകൊണ്ട്, എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട്, സ്ത്രീകളും കുട്ടികളും ആബാലവൃദ്ധകളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇത് നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. ഇവിടുന്ന് കായംകുളത്ത് നമ്മൾ ഓടിയാൽ നമ്മൾ എവിടേക്ക് ഓടും? നമ്മൾ എവിടേക്കാണ് ഓടുന്നത്? നമ്മൾ ചെങ്ങന്നൂരേക്ക് ഓടും. ചെങ്ങന്നൂർ ഓടിയാൽ ആലപ്പുഴയോടും, ആലപ്പുഴ ഓടിയാൽ തിരുവനന്തപുരത്തോടും, തിരുവനന്തപുരത്ത് ഓടിയാൽ നമ്മൾ എവിടെ ഓടും? നമ്മൾ എല്ലാ സ്ഥലത്തുനിന്നും ഓടിക്കുമ്പോൾ നമ്മൾ എവിടെയാണ് ഓടുക? എവിടെയും നമുക്ക് ഓടാമല്ല. നമ്മൾ പിറന്ന മണ്ണാണിത്, നമ്മൾ ജനിച്ച മണ്ണാണിത്. നമ്മൾ മരിക്കുന്നെങ്കിൽ ഈ മണ്ണിൽ മരിക്കും, ഈ മണ്ണിൽ മരിച്ചു വീഴും എന്ന നിശ്ചയദാർഢ്യത്തോടുകൂടി ഈ അക്രമത്തെയും ഭീകരതയും വെല്ലുവിളിയും ചെറുക്കാൻ നമുക്ക് തയ്യാറാകണം. മാറാട് ഒരു മികച്ച ഉദാഹരണമായി നമ്മുടെ മുമ്പിലുണ്ട്. ആ മാറാട് 8 ഹിന്ദു സഹോദരങ്ങളെ കൊന്നു. ആ ഹിന്ദു സഹോദരങ്ങളെ കൊന്നപ്പോൾ പഴയ കാലത്ത് ഈ ജിഹാദികളുടെ ഭീഷണിക്ക് മുമ്പിൽ ആട്ടി ഓടിക്കപ്പെടുമ്പോ ഓടി രക്ഷപ്പെടുമായിരുന്നു. പക്ഷെ മാറാടെ അരിയ സമുദായത്തിൽപ്പെട്ട, മുക്കോ സമുദായത്തിൽപ്പെട്ട ഹിന്ദു സഹോദരർ അവിടെ പിടിച്ചു നിന്നു. അക്രമികളെ അവിടുന്ന് പുറത്താക്കി. അക്രമികളെ അവിടെ കയറാൻ സമ്മതിച്ചില്ല. ആ മണ്ണിൽ, പൂഴി മണ്ണിൽ പിടിച്ചു നിന്ന് അവർ പുതിയൊരു ഗാഥ രചിച്ചു. അവിടുത്തെ മുസ്ലിങ്ങൾ അവരുടെ വീടും അവരുടെ ഭൂമിയും വിറ്റു പോകേണ്ടി വന്നു. ഹിന്ദുക്കൾ ആ ഭൂമി വാങ്ങി. ഇന്നും മാറാട് അവിടുത്തെ ദേശീയവാദി ഒരാൾ അവിടുത്തെ പഞ്ചായത്ത് മെമ്പറായിരിക്കാണ്. ആ പള്ളി അവർക്ക് എല്ലാ ദിവസവും തുറക്കാൻ സാധിക്കുന്നില്ല. ആയുധം സംഭരിച്ച പള്ളി. ഹിന്ദു സമാജം എടുത്തില്ലെങ്കിൽ നമുക്ക് നിൽക്കക്കളി ഉണ്ടാവില്ല. നമ്മൾ ആരെയും ആക്രമിക്കാൻ പോകുന്നില്ല. നമ്മൾ ആർക്കെതിരായിട്ടും എതിർപ്പ് ഉയർത്തുന്നില്ല. എല്ലാവരെയും ഉൾക്കൊണ്ട ചരിത്രമാണ് നമുക്കുള്ളത്. അങ്ങനെയാണ് ഇവിടെ എല്ലാ മതങ്ങളും വന്നത്. എല്ലാ മതങ്ങളെയും സ്വീകരിച്ച ചരിത്രമാണ് നമ്മൾക്കുള്ളത്. പക്ഷേ നമ്മൾ പാല് കൊടുത്ത കയ്യിൽ ഇപ്പോ ഇങ്ങോട്ട് വിഷദംശനം നടത്തുമ്പോൾ നമ്മളെല്ലാം ഏറ്റുകൊണ്ട് സഹിച്ചുകൊണ്ട് നിൽക്കണമെന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ ഏതായാലും സാധിക്കില്ല എന്ന കാര്യം മാത്രമാണ് ബന്ധപ്പെട്ടവരോട് പറയാനുള്ളത്. ഇത് നുണയാണ്. ഇവിടുന്ന് ഒരു പൗരനും പുറത്തു പോകേണ്ടതില്ല. ഈ രാജ്യത്ത് ജനിച്ച എല്ലാവരും, അത് ഹിന്ദു ആയാലും മുസൽമാനായാലും ക്രിസ്ത്യാനിയായാലും, അവർ ഈ രാജ്യത്തെ പൗരന്മാരായിരിക്കും. അവരെ പുറത്താക്കാൻ ഒരു നിയമവും കൊണ്ടുവന്നിട്ടില്ല. ബാക്കിയെല്ലാം നുണയാണ്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള നുണപ്രചരണത്തെ തുറന്നു കാണിക്കാൻ വേണ്ടി ദേശീയവാദികൾക്ക് ഒരു പദ്ധതിയുണ്ട്. നമ്മൾ എല്ലാവരുടെ ഇടയിൽ പോയി എന്താണ് സത്യം എന്ന് അവരോട് പറഞ്ഞ് മനസ്സിലാക്കിച്ചിട്ട് എല്ലാവരെയും ദേശീയധാരയിൽ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയുള്ള പ്രവർത്തനം നടത്തണം എന്നാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന് പറയാനുള്ളത്. നമ്മുടെ രാജ്യത്തെ തകർക്കാനുള്ള ശ്രമങ്ങൾക്കെതിരായിട്ട് രാഷ്ട്രീയ സ്വയംസേവക സംഘം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് പറയുന്നത്, ശക്തിപീഠം എന്ന് പറയുന്നത്, ശക്തി കേന്ദ്രം എന്ന് പറയുന്നത്, ആത്മവിശ്വാസം കൊടുക്കുന്നത്, ധൈര്യം കൊടുക്കുന്നത്, വിവേകാനന്ദൻ പറഞ്ഞതുപോലെ ബലമാണ് ജീവിതം, ദൗർബല്യം മരണമാണ്. ബലം നേടാൻ, കരുത്തു നേടാൻ, തന്റെ ഇടമുണ്ടാക്കാൻ, പോരാട്ട വീരമുണ്ടാക്കാൻ, ആർജവതയുണ്ടാക്കാൻ, ആ കരുത്ത് പകർന്നു കൊടുക്കാനുള്ള കേന്ദ്രങ്ങളാണ് സംഘത്തിന്റെ ശാഖകൾ. അവിടുന്ന് പഠിച്ച കാര്യങ്ങളാണ് നേരത്തെ അവതരിപ്പിച്ചത്. അത് ആരെയും ആക്രമിക്കാനുള്ളതല്ല, ആത്മവിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള, ഒരുമയുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, സാഹോദര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, സമൂഹത്തിന് കെട്ടുറപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അക്രമികൾക്ക് മുമ്പിൽ തലകുനിച്ചു കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ബലമുള്ളവരായി മാറാൻ വേണ്ടിയിട്ടാണ്. ആ ബലം നൽകുന്ന ഇത്തരം കേന്ദ്രങ്ങൾ നാട് മുഴുവനും ഉണ്ടാകണം. നമ്മുടെ സംഘത്തിന്റെ, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ശാഖകൾ അത് ഇന്നത്തെ കാലഘട്ടത്തിൽ സജീവമായി നടക്കണം. പഴയവരും പുതിയവരും യുവാക്കളും കുട്ടികളും എല്ലാം അവിടെ ഒഴുകി വരണം, അവിടെ ഒരുമിച്ച് ചേരണം. ആവേശം തുള്ളിത്തുളുമ്പുന്ന ശാരീരിക വ്യായാമങ്ങളും ബൗദ്ധികമായ ചർച്ചകളും എല്ലാം നടക്കുന്ന സജീവ കേന്ദ്രമായി, ഗ്രാമത്തിന്റെ പ്രതിരോധ കേന്ദ്രമായി, ശക്തി കേന്ദ്രമായി ശാഖകളെ മാറ്റാൻ നമുക്ക് സാധിക്കണം. നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോയാൽ നാടെമ്പാടുമുള്ള നമ്മുടെ സംഘത്തിന്റെ ശാഖകളെ ഏറ്റവും ഉജ്ജ്വലമായി പൂർവാധികം ശക്തിയോടുകൂടി പുനരുജ്ജീവിപ്പിക്കാൻ പഴയവർ അവരുടെ അനുഭവം കരുത്തും പുതിയവർ അവരുടെ ആവേശവും ഒരുമിച്ച് ചേർത്തുകൊണ്ട്, ഒരുമിച്ച് നിന്നുകൊണ്ട് ഗ്രാമാന്തരങ്ങളിൽ നമ്മുടെ സംഘത്തിന്റെ ശക്തി കേന്ദ്രങ്ങളെ സ്ഥാപിക്കാൻ, ശക്തിപ്പെടുത്താനുള്ള പരിശ്രമം നടത്തണം. അതിനുള്ള ഊർജവും അതിനുള്ള പ്രേരണയും അതിനുള്ള പ്രചോദനവും നേടിയിട്ട് വേണം നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചു പോകാൻ.